ഒരു ഭാവമാണ് രാധാകൃഷ്ണ ബന്ധമെന്ന് പറയുന്നത്. പരമകാരുണികനായിരിക്കുന്ന ഭഗവാൻ, ശ്രീ പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണസ്വാമി, അനുഗ്രഹീതമായിരിക്കുന്ന ഭക്തിയുടെ ഉന്നതമായിരിക്കുന്ന തലങ്ങളിൽ വിരാജിക്കുന്ന രാധാദേവിയായിരിക്കുന്ന ഭഗവതി എത്രമാത്രം ഒരു പൂക്കളിനകത്ത് സുഗന്ധമുണ്ടാകുന്നുവോ അത്രമാത്രം ആ പൂവായിരിക്കുന്ന ഭഗവാന് സുഗന്ധമായിരിക്കുന്ന രാധാറാണിയായിരിക്കുന്ന ഭഗവാൻ നമ്മളുടെ ജീവിതത്തില് ആനന്ദകരവും ഗുണകരവുമായിരിക്കുന്ന ഗുണത്തെ നൽകുവാൻ സാധ്യമാകുന്നതാകണം. അതിനായിട്ട് വേണം നമ്മളുടെ മനസ്സിൽ എപ്പോഴും രാധയും കണ്ണനും നമ്മളുടെ മനസ്സിലുണ്ടാകുക. രാധയ്ക്കെന്നും കണ്ണൻ സ്വന്തമാണ് എങ്കിൽ കണ്ണന് രാധ സ്വന്തം തന്നെയാണ്. രാധയും കണ്ണനും അനുഗ്രഹീതമായിരിക്കുന്ന തലങ്ങളിലൂടെ യാത്ര പുറപ്പെടുന്നത് ഇന്നു മുതൽ നമ്മളുടെ മനസ്സിലാണ്. ആ രാധയും കണ്ണനും ഒന്നു തന്നെയായിക്കൊണ്ട് രാധയും കണ്ണനും സവിശേഷമായിരിക്കുന്ന അവസ്ഥയിലേക്കായി മാറപ്പെടുന്നതിന്റെ ഗുണത്തെ സ്വീകരിക്കപ്പെടുവാൻ നമുക്ക് സാധ്യമാണ്. അവിടെയാണ് ഏറ്റവും പരമമായിരിക്കുന്ന ചൈതന്യത്തെ നമ്മൾ കാണുന്നത്. എപ്പോഴും ഭാര്യാസങ്കല്പത്തിലുള്ള ആൾ എന്താണ് ഇരിക്കുന്നത്? ഭഗവാന്റെ ഒരാളുടെ വലതുഭാഗത്താണോ ഇടതുഭാഗത്താണോ? ഭാര്യ ഭർത്താവിന്റെ വലതുവശത്താണോ ഇരിക്കുന്ന ഇടതുവശത്താണോ? അതെന്താ? ചുമ്മാ അതെ, അതിനാണ് അതെന്താണ് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. പാർവതിദേവി എന്തെല്ലാം കാര്യങ്ങൾ ഇരുന്നിട്ട് അതൊന്നും ചെയ്യത്തില്ല. എന്താണ് അങ്ങനെ നാട്ടില്ലായിരുന്നു ഇതിനെ എന്തേ നമ്മൾ ഓടിച്ചിട്ടില്ല. അർദ്ധ നാരീശ്വരനാണ്, നാരീശ്വരിയല്ല, അർദ്ധ നാരീശ്വരൻ. നാരിയും ഈശ്വരൻ. ഉമാ മഹേശ്വരിയല്ല, ഉമാ മഹേശ്വരൻ. ഉമയും മഹേശ്വരനും ദേവിയും ദേവനുമാണ്. അപ്പോ രണ്ട് തലമാണ് ഇരിക്കുന്നത്. അതായത് അഭയമെന്നും വരദമെന്നും പറയുന്ന രണ്ട് തലം. വലത്തിരുന്നാൽ അഭയമെന്നും ഇടത്തിരുന്നാൽ വരദമെന്നും. സഹധർമ്മത്തെ ചരിക്കപ്പെടുവാൻ, സ്വന്തം ധർമ്മത്തോടൊപ്പം ചരിക്കപ്പെടുവാൻ പുരുഷൻ എപ്പോഴും സാധ്യമാകുന്നത് ആരാണ്? ഇടതുഭാഗം. പുരുഷന്റെ ഇടതുഭാഗം എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെ ഭാഗം. ഇടതുഭാഗം ആണോ? ഐശ്വര്യമാണോ പുരുഷനുള്ളത്? പുരുഷന്റെ വലുതാണോ ഇടതാണോ ഐശ്വര്യം? എന്താ ചിന്തിച്ചു? എന്തോ പുരുഷന് വലതാണോ ഇടതാണോ ഐശ്വര്യം? അതുകൊണ്ടോ? എന്തൊരു കണ്ടെത്തലാണ്. അദ്ദേഹം വന്നിട്ടുണ്ടോ? ഇല്ല, നന്നായി. ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ. പുരുഷൻ എപ്പോഴും ഐശ്വര്യം എന്ന് പറയുന്നത് വലതുഭാഗം. ഇടതുഭാഗത്താണ് ഐശ്വര്യക്കുറവ്. അതുകൊണ്ടാണ് വലത്ത് ലക്ഷ്മിയും ഇടത്ത് മൂശാപ്പയും. മൊത്തം പറഞ്ഞു കഴിയിട്ടില്ല, കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കരുത്. അങ്ങനല്ല. വലത്ത് ഐശ്വര്യദേവതയായിരിക്കുന്ന ചൈതന്യം എല്ലാ പുരുഷനുമുണ്ട്. പക്ഷെ പുരുഷന് പരിപൂർണതയാണ് എപ്പോഴും ആവശ്യം. ആ ഐശ്വര്യദായകമായിരിക്കുന്ന അവസ്ഥ പുരുഷന് വലതുണ്ടെങ്കിൽ വലതുഭാഗം എന്ന് പറയുന്ന പുരുഷൻ അവന്റെ കഴിവാണ്.
അവന്റെ യോഗ്യതയാണ് വലതുഭാഗത്ത് നിൽക്കുന്നത്. ഇടതുഭാഗത്ത് ഉണ്ടാകേണ്ടത് അവന് ഭാഗ്യവും ഐശ്വര്യത്തെയും. ഈ ഐശ്വര്യത്തെ നൽകുന്നത് ആരാണ്? സ്ത്രീയാണ്. അതുകൊണ്ട് വലത്ത് നിൽക്കുന്നത് ആരാണ്? അമ്മയാണ്. വലതുഭാഗത്ത് ആര് നിൽക്കണം? അമ്മ നിൽക്കണം. ഇടതുഭാഗത്ത് ആര് നിൽക്കണം? ഭാര്യ നിൽക്കണം. കാരണം ഇടതുഭാഗത്തിന്റെ കുറവ് ആരാണ് പരിഹരിക്കപ്പെടുന്നത്? ഭർത്താവിന്റെ പുരുഷന്റെ ഇടതുഭാഗത്തിന്റെ കുറവുകളെ പരിഹരിക്കപ്പെടുന്നത് ഭാര്യമാരല്ല, ഭാര്യയാണ്. എന്താ അതിന് മറുപടി ഒന്നുമില്ല? വിട്ട് അറിയാതെ പറഞ്ഞു പോയെങ്കിലോ അല്ലേ? അപ്പോ ഇടതുഭാഗം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് വിവാഹത്തിന് മുമ്പ് വലതുവശത്താണ് നിർത്തുന്നത്. അല്ലേ? അല്ലേ? അങ്ങനല്ലേ? വിവാഹത്തിന് മുമ്പ് ആദ്യം വലതുവശത്താണ് നിർത്തുന്നത്. അവിടെ നിന്നാണ് കന്യാദാനം ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഇടതുഭാഗത്തേക്ക് കൊണ്ടുവരികയും ഇടതുഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് പിന്നീട് ജീവിതം യാത്ര. എപ്പോഴും സ്ത്രീ പുരുഷന് തെളിച്ചവും വെളിച്ചവും. സ്ത്രീ എപ്പോഴും തെളിച്ചവും വെളിച്ചവുമായി കൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് അവളെ എന്ത് വിളിക്കുന്നത്? സഹധർമ്മിണി എന്ന് വിളിക്കുന്നത്. കൂടെ നിന്നുകൊണ്ട് ധർമ്മത്തെ ചരിക്കുന്നവളായി വിളിക്കുന്നു. ഇവിടെ സഹധർമ്മിണി എന്ന് ഭഗവതിയെ വിളിക്കാൻ പറ്റില്ല. സഹധർമ്മിണിയല്ല ഭഗവാന്റെ രാധ. പക്ഷെ സഹധർമ്മിണി ഒരു ഭാര്യാസ്ഥാനം കൊടുത്തത് ഭാര്യയല്ല, മറിച്ച് ഭഗവതിയായി തന്നെയാണ് രാധാദേവിയെ കൃഷ്ണനോടൊപ്പം നിലനിർത്തുന്നത്. രാധാദേവിയായി തന്നെ നിലനിർത്തുന്നത് ഭഗവതിയുടെ സ്ഥാനത്ത് തന്നെ. പക്ഷെ എപ്പോഴാണ് അതിന് സ്ഥാനമുണ്ടാകുമ്പോൾ? അതുകൊണ്ടാണ് ഇപ്പുറത്ത് ആദ്യം കൊണ്ട് വെച്ചത്. നിങ്ങൾ ആരെങ്കിലും അത് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഇരുന്നത്. അപ്പുറമല്ലേ എന്ന് നിങ്ങൾ ചോദിക്കണം. നമ്മുടെ സംശയങ്ങൾ നമ്മൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ചോദിക്കണം. നമുക്കത് ചിന്തിക്കണം നമ്മൾ. കാരണം ഈ വലതും ഇടതിനും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വലതുവശത്തു നിന്നും ഇടതുവശത്തു നിന്നും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന കാര്യം. അപ്പോൾ എപ്പോഴും ഭഗവതി എന്ന് പറയുന്ന സ്വരൂപം ഇടതുഭാഗത്ത് നിന്നുകൊണ്ട് എന്നോടാണോ? ഞാൻ തെളിവ് അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല പറഞ്ഞു. നമ്മളത് ചർച്ചയിലേക്ക് കൊണ്ടുവരണമെന്ന്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ചർച്ചയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. രാവിലെ ഉച്ചയ്ക്ക് സാറ് ചോദിച്ച പോലെ ചോദ്യങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. നമുക്കറിയാവുന്നത് നമുക്കത് പരിഹരിക്കണം. അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയും. ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ അന്വേഷിക്കപ്പെടണം. അന്വേഷിക്കുന്ന നമ്മൾ അറിവുകൾ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? തെറ്റിക്കോട്ട് പറയണം. ഒരു തീരുമാനം ഇവിടെ പോവാണ് ക്ഷേത്രത്തിൽ. അതെന്തോ ക്ഷേത്രം? നമ്മൾ ഈ ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേര് ഗുരുവായൂരപ്പൻ. എന്താ ഗുരുവായൂരപ്പന്റെ അമ്പലം എന്ന് പറയാൻ? ഗുരുവായൂരപ്പൻ ദേവാലയം എന്താ പറയാ? നിങ്ങൾ മറുപടി പറയുന്നേ. തെറ്റിക്കോട്ടെ, നമ്മൾ എന്തായിരുന്നാലും നമ്മളൊരു ഉത്തരം പറയും. പക്ഷെ നമ്മളുടെ മനസ്സിലുള്ള ആശയങ്ങളെ നമ്മൾ പറയും. നമ്മളിങ്ങനെ ഉണ്ടായിരുന്ന പറയുന്നത് കേൾക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആശയങ്ങളുണ്ട് ഇല്ലേ? ആ ആശയങ്ങളെ നമ്മൾ പുറത്തേക്ക് പറയുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വേദിയാകുമ്പോഴാണ് നമ്മൾ ആ വാക്കിന് അർത്ഥം ശരിയാണത് എന്ന് തോന്നുന്നു. ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം മൂന്നാമത്തെ തലമാണ് ക്ഷേത്രം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഇതൊരു ആരാധനാലയമാണ് അല്ലേ? അവിടെ ഭഗവാനെ
വിശേഷണം ഗ്രഹിക്കുന്ന വിഗ്രഹം വെച്ച് അവിടെ ആരാധനകൾ നടത്തുന്നുണ്ട്, ഇല്ലേ? അതുകൊണ്ട് അതെന്താണ്? ആരാധനാലയം. അതാരാണ്? അവിടെ അകത്തിരിക്കുന്ന ഭഗവാൻ ആരാണ്? ദേവനാണ്. അതുകൊണ്ട് അത് ദേവന്റെ സ്ഥലമായതുകൊണ്ട് അത് ദേവാലയമാണ്. അപ്പൊ ആരാധനാലയവുമാണ്, ദേവാലയവും കൂടിയാണ്. പിന്നെന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത? ഇവിടെ നല്ല ഈ ആരാധനാലയമാകുന്ന ദേവാലയമാകുന്ന സ്ഥലത്തിനൊരു വിശേഷതയുണ്ട്. എന്താണ്? അവയ്ക്ക് ഒരു പ്രത്യേകത എന്തുണ്ടാവും? ക്ഷതാത് ത്രായതേ ഇത് ക്ഷതം. നാശത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നത് എന്താണോ അതാണ് ക്ഷതം. ക്ഷതാത് ത്രായതേ ഇത് ക്ഷതം. നാശത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നത് എന്താണ്? ക്ഷേത്രമാണ്. വീട്, നമ്മുടെ വീട് ഒരു ക്ഷേത്രമാണ്. ഇത് ദേവാലയവും ആരാധനാലയവും ദേവാലയവും ഒരു ക്ഷേത്രമാകണമെങ്കിൽ എന്തുണ്ടാകണം? നമ്മളുടെ പല വിധത്തിലുള്ള നാശത്തിൽ നിന്നും. നാശം എന്ന് പറയുന്നത് എന്താണ്? ശാരീരികമാകാം, മാനസികമാകാം, സാംസ്കാരികമാകാം, സാമൂഹികമാകാം. അങ്ങനെ ഏതു വിധത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ടും നമ്മൾ ഈ പടി കടന്ന് ഗേറ്റ് കടന്ന് അകത്ത് വന്ന് ഈ അകത്തേക്ക് കയറുന്ന സമയം മുതൽ നമുക്കവിടെ ഒരു സുരക്ഷിതത്വം നമുക്ക് തോന്നും, ഇല്ലേ? ഇവിടെ അകത്തേക്ക് കയറുമ്പോൾ മുതൽ നമ്മളിൽ ഒരു സുരക്ഷിതത്വം തോന്നണം. നമ്മളിവിടെ സുരക്ഷിതനാണ്. നമ്മളുടെ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരു സൗകര്യവും സാഹചര്യവും എനിക്കിവിടെ ഉണ്ട് എന്ന് നമുക്കെപ്പോഴാണോ അത് ഫീല് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നത്, അപ്പോഴാണ് ഇത് നമുക്ക് എന്താകുന്നത്? ക്ഷേത്രമാണ്. ഇല്ലെങ്കിൽ ഇതെല്ലാം ഒരു വഴിപാട് കേന്ദ്രങ്ങൾ പോലും മാത്രം. നമുക്കിതൊന്നും വഴിപാട് കേന്ദ്രങ്ങളല്ല. വഴിപാടുകളിലെ വഴിക്കുള്ള പാടുകളായ വഴിപാടുകൾ നമ്മൾ നടത്തുന്നത് എന്തിനാണ്? മാനസികമായിരിക്കുന്ന, ശാരീരികമായിരിക്കുന്ന, സാമൂഹികമായിരിക്കുന്ന, സാംസ്കാരികമായിരിക്കുന്ന നാശത്തിൽ നിന്നും നമ്മളെ ഉണർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് നമുക്കൊരു മാറ്റം ഉണ്ടാകണം. അതിനാണ് നമ്മൾ അർച്ചനകളും വഴിപാടുകളും ഒക്കെ ചെയ്യുന്നത്. ഒരു അർച്ചനയ്ക്ക് വഴിപാടിന് കൊടുത്തു കഴിയുമ്പോൾ അകത്ത് കയറി ഭഗവാന്റെ അടുക്കൽ ചെന്ന് തിരുമേനി ഒരു പൂക്കൾ എടുത്തുകൊണ്ട് എന്തെങ്കിലും ഒരു നാമം ജപിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ഒരു കുട്ടിയുടെ പേരിൽ ഒരു വഴിപാട് നടത്തുന്ന ഒരു വിദ്യാരാജഗോപാല മന്ത്രാർച്ചന നടത്തുമ്പോൾ അവിടെ അകത്ത് കയറി ഭഗവാന്റെ അടുക്കൽ പൂക്കൾ കൊണ്ട് ഭഗവാന്റെ അടുക്കൽ തിരുമേനി പൂക്കൾ അർച്ചിച്ചുകൊണ്ട് ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രയേശമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനാ മന്ത്രത്തിന്റെ ശക്തി ഭഗവാനിൽ ഇരിക്കുന്ന ബിംബത്തിൽ നിന്നും കൂടി ചേർന്നുകൊണ്ട് ഒരു രൂപവും ഭാവവും ഗുണവും ഒക്കെ ആയിക്കൊണ്ട് ഈ പ്രസാദത്തിലെത്തി ആ പ്രസാദം നമ്മൾ സ്വീകരിച്ച് നമ്മൾ തൊട്ട് കഴിയുമ്പോൾ അത് നമ്മളിലേക്കായി മാറപ്പെടുന്നു. അപ്പോൾ നമ്മൾ ആ കഴിവുള്ളവരായി മാറുന്നു. കുറവുകൾ പരിഹരിക്കപ്പെടുന്നു. ഭഗവാൻ വന്ന് വിദ്യാരാജഗോപാല അർച്ചന നടത്തിയതുകൊണ്ട് ഭഗവാൻ വന്ന് പരീക്ഷയ്ക്കൊന്നും എഴുതി തരുത്. ഒരിടത്തും വന്ന് ഒരു ഈശ്വരനും ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കതിനുള്ള പ്രാപ്തി ഉണ്ടാക്കി തരും. നമുക്കൊരു ധൈര്യം ഉണ്ടാകും. നമുക്ക് എല്ലാവർക്കും ഇല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും കഴിവുള്ള കുട്ടികൾ, അവര് നന്നായി പഠിച്ചിട്ടുള്ള കുട്ടികൾ. അവര് പഠിച്ച് അവർ പരീക്ഷ എഴുതാനായി അവരവിടെ ചെന്നിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ധൈര്യം ഉണ്ടാകണം. എന്നെ കൊണ്ട് ഇത് സാധ്യമാകുമെന്നാണ്. ആ ധൈര്യം ഉണ്ടാകണമെങ്കിൽ അതിന് അവർക്ക് മാനസികമായിരിക്കുന്ന ഒരു ബലം ഉണ്ടാകണം, മാനസികമായിരിക്കുന്ന ഒരു ശക്തി അവർക്കുണ്ടാകണം. അത് കൊടുക്കുവാൻ ആർക്കേ സാധിക്കത്തുള്ളൂ? അകത്തിരിക്കുന്ന ഭഗവാനേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്ന് ഭഗവാന്റെ അടുക്കൽ പ്രാർത്ഥിച്ചത് കൊണ്ട് എന്നെ കൊണ്ട് ഇതെല്ലാം സാധ്യമാകുമെന്ന് എന്റെ കുഞ്ഞു മനസ്സുകൊണ്ട് എപ്പോൾ തീരുമാനിക്കപ്പെടുന്നുവോ അന്നേരം എന്റെ കുഞ്ഞിന് ഇതൊരു ക്ഷേത്രമാണ്. ഇല്ലെങ്കിൽ ഇതൊരു വഴിപാട് കേന്ദ്രം, അമ്പലങ്ങൾ മാത്രം. അങ്ങനെയാകണം നമുക്ക് ഓരോരുത്തർക്കും. അറിവ് നൽകുന്ന മാനസികവും ശാരീരികവുമായ വിധത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളാകണം നമ്മളുടെ ദേവാലയങ്ങൾ. ക്ഷേത്രങ്ങളിൽ നിന്നും നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടായാലും ഓടിയെത്തി ഭഗവാന്റെ അടുക്കലെത്തി ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു പരിഹാരം നമുക്ക് കിട്ടണം. അങ്ങനെ പരിഹാരങ്ങൾ കൊടുത്തത് കൊണ്ടാണ് ഇന്നും ഇവരെയൊക്കെ നമ്മൾ വെച്ച് പൂജിക്കുന്നത്, ഇല്ലേ? ഇതൊന്നും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവരെ ആരും നമ്മൾ പൂജിക്കത്തില്ല, ഒരാളെയും നമ്മൾ പൂജിക്കത്തില്ലായിരുന്നു. പക്ഷേ അവർ എന്നും നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു. ഈ കാലം അത്രയും
ഇനിയുമുള്ള കാലവും നമ്മളെ ഭഗവാനും ഭഗവതിമാരും നമ്മളെ സംരക്ഷിക്കും. നമ്മളോടൊപ്പം ചേർന്ന് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ആയുസ്സും ആരോഗ്യവും ശ്രേയസ്സും പ്രേയസ്സും ശക്തിയും ബുദ്ധിയും സിദ്ധിയും എല്ലാം നമുക്ക് നൽകിക്കൊണ്ട് നമ്മളോടൊപ്പം തോളോട് ചേർന്നുകൊണ്ട് നമ്മളെ സംരക്ഷിക്കും. ആ സംരക്ഷിക്കുന്ന ആളായതുകൊണ്ടാണ് ഇത് നമ്മളുടെ എല്ലാ ദേവാലയങ്ങളും ക്ഷേത്രങ്ങളായി മാറിയത്. അതുകൊണ്ടാണ് ക്ഷേത്രം എന്ന നാമധേയം തന്നെ അതിന് കൊടുത്തത്. അവിടെ നമുക്ക് യഥാർത്ഥമായി കിട്ടേണ്ടത് യഥാർത്ഥമായിരിക്കുന്ന അറിവുകളാണ്. വെറുതെ അറിവുകൾ മാത്രം നമുക്ക് കിട്ടിയതുകൊണ്ട് കാര്യമില്ല. അറിവിനോടൊപ്പം നമുക്ക് ബോധവും കൂടി ഉണ്ടാകണം. നമുക്കൂടെ അത് മനസ്സിലാകണം, അല്ലേ? നമുക്കൂടെ അത് തൃപ്തികരമാകണം. അറിവും ബോധവും നമുക്കുണ്ടാകണം. അറിവും ബോധവും കൂടി ഉണ്ടാകുന്നതിനെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. എന്താണ്? തിരിച്ചറിവുകൾ എന്ന്. അറിവും ബോധവും കൂടി നമുക്കുണ്ടാകുന്നതിനെയാണ് എന്ത് പറയുന്നത്? തിരിച്ചറിവ് എന്ന് പറയുന്നത്. അറിയാം നമുക്ക്, പക്ഷെ അത് ബോധമാകണം. അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ബോധം, അല്ലെങ്കിൽ ചെയ്യരുതെന്നുള്ള ബോധം. അറിഞ്ഞത് കൊണ്ട് മാത്രമാകുന്നില്ല, അതിന് ബോധവും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് തിരിച്ചറിവുകളാവും. ആ നല്ല തിരിച്ചറിവുകൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ തിരിച്ചറിവുകൾ ഉണ്ടാക്കുന്ന സങ്കേതങ്ങളാകുന്ന സംഘോപാസന കേന്ദ്രങ്ങളാകണം നമ്മളുടെ ദേവാലയം. അതിനാണ് നമ്മൾ ഇവിടെ വന്ന് ഭഗവാന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും നിത്യം പൂജകൾ കഴിക്കുന്നതും ഭഗവാന്റെ ശക്തി ഉണ്ടാക്കിയെടുക്കുന്നതും. എങ്ങനെയാണ് ഭഗവാൻ ശക്തി ഉണ്ടാക്കിയെടുക്കുന്നത്? 5 കൂട്ടം കാര്യങ്ങളാണ്. ആചാര്യസ്യ തപസാമനായ ജപേന നിയമേന ഉത്സവ അന്നദാനേന ക്ഷേത്രാഭിവൃദ്ധിസ്തു പഞ്ചധ. 5 കൂട്ടം കാര്യങ്ങൾ നടന്നെങ്കിൽ ക്ഷേത്രത്തിൽ ചൈതന്യം ഉണ്ടാകുകയുള്ളൂ, ചൈതന്യം വർദ്ധിക്കത്തുള്ളൂ. എവിടെയോ ഇരുന്ന ഒരു ശിലയാണ്, എവിടെയോ ഇരുന്ന് ഒരു വലിയ ശിലയെടുത്ത് പലതായി മുറിച്ച് പല രൂപഭാവങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് ഒരു ചൈതന്യത്തെ ഉണ്ടാക്കി കഴിഞ്ഞത് ആരാണ്? ആ ക്ഷേത്രത്തിന്റെ തന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ നിർഭരമായിരിക്കുന്ന തന്നിൽ നിന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു ശക്തി സ്രോതസ്സിനെ ജലത്തിലേക്ക് ആവാഹിച്ച് ജീവാവാഹനങ്ങൾ നടത്തി ജീവകലശത്തിൽ ആവാഹിക്കപ്പെട്ട ആ ബിംബത്തിലേക്ക് അഭിഷേകം ചെയ്ത് കൊടുത്തുകൊണ്ട് അനുഗ്രഹമുള്ള ബലമുള്ള ശക്തിയുള്ളതാക്കി ബിംബമാക്കി മാറ്റി കഴിഞ്ഞിട്ട് അദ്ദേഹം തൊഴുതു പ്രാർത്ഥിച്ചു. ലോകാനുഗ്രഹത്വാർത്ഥം സ്ഥിതി ഭവ സുഖായന. ഈ ലോകത്തിന് മുഴുവൻ അനുഗ്രഹത്തെയും ഗുണത്തെയും നൽകുന്നതിനായി അല്ലയോ ഭഗവാനെ അങ്ങ് നിലകൊള്ളണം. സഭൂപാലം തഥാരാഷ്ട്രം. ഈ രാജ്യത്തെയും ഈ നാടിനെയും എല്ലാവരെയും രക്ഷിക്കുവാൻ അല്ലയോ ഭഗവാനെ അങ്ങേക്ക് സാധ്യമാകണമെന്ന് പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ തന്ത്രി പുറത്തിറങ്ങി വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു. കൂട്ടത്തിൽ നമ്മളും നിന്നുകൊണ്ട് നമ്മൾ അവിടെ ഒരു പടിത്തരവും വെച്ചു. ഭഗവാനെ നമ്മൾ എന്നും കൃത്യമായി നോക്കും. അതിനെന്ത് ചെയ്യണം? കൃത്യമായിരിക്കുന്ന ആചാര്യന്റെ തപസ്, തന്ത്രിയുടെ കൃത്യമായിരിക്കുന്ന തപോബലത്തെ നമ്മൾ വർഷാവർഷം കലശാദികൾ കൊണ്ട് ഉത്സവിപ്പിക്കുന്നു, ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നു. അതാണ് ഉത്സവം. കരിമരുന്നും കരിമീനും അനാവശ്യമായ കലാപരിപാടികളുമല്ല ഉത്സവങ്ങൾ. ദേവന്റെ ശക്തിയെ പുഷ്ടിപ്പെടുത്തുന്നതാകണം ഉത്സവങ്ങൾ. അതിനാണ് നവകലശവും 25 കലശങ്ങളും ഒക്കെ കലശാദികൾ കൊണ്ട് ഉത്സവങ്ങൾ നടത്തുന്നത്. അങ്ങനെ ദേവന്റെ ആചാര്യന്റെ തപസ്, ജപം, നിത്യമുള്ള പ്രാർത്ഥനകൾ, ഭഗവാന്റെ മുമ്പിൽ ചെന്നുള്ള പ്രാർത്ഥനകൾ. എന്താണ്? അവിടെ ചെന്നിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാത്രമല്ല പറയുന്നത്, ഭഗവാന്റെ പുഷ്ടിയെ വർദ്ധിപ്പിക്കുന്ന നാമങ്ങൾ, നന്നായി നാമം ജപിക്കുന്നു നമ്മൾ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നിങ്ങനെ ഉറക്കെ അങ്ങോട്ട് ജപിക്കുന്നതനുസരിച്ച് ഭഗവാന്റെ ശക്തി വർദ്ധിക്കും. അപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ആചാര്യന്റെ തപസ്, ജപം. മൂന്നാമത്തേതാണ് നിയമം. എല്ലാ ക്ഷേത്രത്തിനും ഒരു ആചാരമുണ്ട്, എല്ലാ ക്ഷേത്രത്തിനും ഒരു അനുഷ്ഠാനമുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ പാലിക്കണം. എങ്ങനെയാണ് പാലിക്കേണ്ടത്? മര്യാദയോടുകൂടി പാലിക്കണം, അല്ലേ? എഴുതിയേക്കുന്നത് അങ്ങനെയല്ലേ? ആചാരാനുഷ്ഠാന മര്യാദകൾ പാലിക്കണം. ആചാരവും അനുഷ്ഠാനവും നമ്മളോട് പറഞ്ഞത് നിർബന്ധമായി പാലിക്കാനല്ല പറഞ്ഞത്. പിന്നെന്താണ്? ആചാരവും അനുഷ്ഠാനവും മര്യാദയോടുകൂടി, അത് നമുക്ക് തന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്യുക എന്നുള്ളത് എന്താണ്? എന്റെ മര്യാദയാണ്. അങ്ങനെ ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞാൽ ചെയ്താൽ എന്താ കുഴപ്പം? ചെയ്താൽ ഒരു കുഴപ്പവുമില്ല. നിന്റെ മര്യാദ അതാണെന്നേ ഞങ്ങൾ ചിന്തിക്കുന്നത്. നിന്നോടത് പറയുന്നത് അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ചെയ്യരുത് എന്ന് തന്നെയാണ്. അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അത് നിന്റെ മര്യാദയുടെ മര്യാദ എന്താണ് എന്ന്
നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന മര്യാദ ഇതാണെന്ന് നമ്മൾ ധരിച്ചു. അത്രയും അങ്ങനെ മര്യാദാപൂർവ്വം നമ്മൾ ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങളെ, ആ നിയമത്തെ നമ്മൾ പരിപാലിക്കപ്പെടും. ആ നിയമമാണ് ആ ക്ഷേത്രത്തെ നിലനിർത്തുന്നത്. ആ നിയമ വ്യവസ്ഥയാണ് ആ ക്ഷേത്രത്തെ നിലനിർത്തുന്നത്. ആചാര്യന്റെ തപസ്, ജപം, നിയമം, ഉത്സവം. അതാണ് ഉത്സവം എന്ന് പറയുന്നതാണ്. നാമജപങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കലശാദികൾ കൊണ്ടുവന്ന് ഭഗവാന്റെ ചൈതന്യത്തെ പുഷ്ടിപ്പെടുത്തുന്നു. പിന്നീടാണ് അന്നദാനം എന്ന് പറയുന്നത്. അന്നദാനം എന്ന് പറയുന്നത് എങ്ങനെയുള്ള അന്നദാനമാകണം? നമ്മളൊരു വലിയ സ്പോൺസറെ കണ്ടെത്തി ആ വലിയ സ്പോൺസറെ കൊണ്ട് ഗംഭീര സദ്യ ഉണ്ടാക്കുന്നതല്ല അന്നദാനം. പിന്നെന്താണ്? ഭഗവാന് കൊണ്ടുപോയി കൊടുക്കണം. നമ്മൾ എന്താണ്? ഒരു വർഷം ഭഗവാൻ നമ്മളെ നന്നായി നോക്കി, ഇല്ലേ? ഈ കഴിഞ്ഞ ഒരു വർഷം ഭഗവാൻ നമ്മളെ നന്നായി നോക്കിയെങ്കിൽ നമ്മൾ കഴിക്കുന്നതിൽ ഒരു പിടി ഭഗവാൻ അവകാശപ്പെട്ടു. ആ ഒരു പിടി അവകാശപ്പെട്ട ഭഗവാന് കൊടുക്കുവാനുള്ള ഭഗവാനുള്ളത് നമ്മൾ കൊണ്ടുപോയി കൊടുത്ത് ഭഗവാന്റെ മുമ്പിൽ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയോടുകൂടി കഴിക്കണം. അന്നദാനം അന്നപ്രസാദമായി കഴിക്കണം. ആഹാരം ഉണ്ടാക്കി നമ്മൾ ഉച്ചയ്ക്കില്ലേ ഇവിടെ വിളമ്പി വെച്ചില്ലേ? വിളമ്പി വെച്ച് ഭഗവാൻ കഴിച്ചത് പ്രസാദമായി നമ്മൾ കഴിക്കും. അങ്ങനെ അന്നപ്രസാദമായി നമ്മൾ കഴിക്കണം. ഈ അന്നം ഈശ്വരനാണെന്നുള്ളതുകൊണ്ട് ആഹാരം ഇല്ലാത്തവന് പോലും ആഹാരം കൊടുത്തുകൊണ്ട് ഉള്ളവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിരുന്ന് ആഹാരം കഴിക്കുന്ന 5 കൂട്ടം കാര്യങ്ങളാണ് ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യേണ്ട 5 കാര്യങ്ങൾ? ആചാര്യന്റെ തപസ്, ജപം, നിയമം, ഉത്സവം, അന്നദാനം. യഥാർത്ഥമായിരിക്കും അന്നദാനം. എല്ലാവരും കൂടി ചേർന്ന് ഇതൊരു വലിയ കൂട്ടായ്മയുടെ ഭാഗമാണ്. എല്ലാവരും ഒരു കൂട്ടായ്മയോടുകൂടി ഒരാളെ എല്ലാവരെയും നമ്മൾ പൈസ കൊടുത്ത് ഇങ്ങനെ കൂലിക്ക് നിർത്തുന്നതിലല്ല, മറിച്ച് നമ്മളെ കൊണ്ട് എന്തെല്ലാം സാധ്യമാകും, നമ്മൾ ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ സാധിക്കും ജീവിതത്തിൽ. ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ ഭാഗ്യമുള്ളവരാണ് നമ്മൾ. എന്തെല്ലാം ചെയ്യാൻ ഇനിയും കിടക്കുന്നു നമ്മുടെ ജീവിതത്തിൽ. ഇനിയും ഒരുപാട് ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റ് നേരമെങ്കിലും നമ്മളുടെ ഭഗവാന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. കാരണം ജീവിതത്തിന്റെ മുഴുവൻ സമയവും ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു, ഇല്ലേ? ആ ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചത് കൊണ്ടാകുന്ന ധൈര്യപൂർവ്വം നമ്മുടെ മൊബൈലിൽ രാവിലെ 4:30 അലാറം വെക്കുന്നു, ഇല്ലേ? ആ ധൈര്യം നമുക്കുള്ളത് കൊണ്ടാണ്. ആ 4:30 അലാറം വെച്ചാൽ രാവിലെ ഉണരുമെന്നൊരു ധൈര്യം ആര് തന്നതാണ്? അകത്തിരിക്കുന്ന ഭഗവാൻ തന്നെ. ആ ധൈര്യത്തോടുകൂടി നമ്മൾ വെക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടെല്ലാം നമ്മളുടെ ദേവന്റെ പുഷ്ടിയെ വർദ്ധിപ്പിക്കപ്പെടുന്നതിനനുസരിച്ച് നമ്മളുടെ ചൈതന്യവും വർദ്ധിക്കപ്പെടും. നമ്മളും വളർന്ന് ചൈതന്യമുള്ളവരായിട്ട് നമ്മൾ മാറും. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ഐശ്വര്യമായിട്ട് നമ്മൾ മാറപ്പെടുമ്പോഴാണ് ഈ നാട് ഐശ്വര്യമുള്ളതായി മാറപ്പെടുന്നത്, ഇല്ലേ? അന്യനാട്ടിൽ നിന്ന് വന്നവരാണ് നമ്മൾ. അന്യനാട്ടിൽ നിന്നും ഇവിടെ എത്തി സ്വന്തം നാട് പോലെ തന്നെ നമ്മൾ ഇവയെ നോക്കുമ്പോൾ ഈ നാടും ഐശ്വര്യമുള്ളതാകണം. ഈ നാട് ഐശ്വര്യം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മളും നന്നായി ഉയരുകയുള്ളൂ. അതിനിവിടെ നല്ല ഐശ്വര്യങ്ങളും ഗുണങ്ങളും സമ്പൽ സമൃദ്ധികളും നമുക്കുണ്ടാകണം. അതിന് നമ്മളാൽ കഴിയുന്നതും ഈശ്വരീയമായിരിക്കുന്ന ഗുണത്തെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത്. ആ ഐശ്വരീയമായ ചൈതന്യത്തെയാണ് നമ്മൾ വർദ്ധിപ്പിക്കപ്പെടേണ്ടത്. അങ്ങനെ വർദ്ധിക്കപ്പെടുന്ന ഈശ്വര ചൈതന്യമാണ് നമ്മൾ ഓരോരുത്തരിലും പ്രകടമാണ്. ആ ദേവാലയങ്ങൾ ദേവന്റെ സ്വത്ത് കണ്ടുകൊണ്ട് ദേവനെയും കണ്ടുകൊണ്ട് യുദ്ധം ചെയ്യുന്നവരുണ്ടെന്ന്, ദേവന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരുണ്ട്, ഇല്ലേ? ദേവന്റെ പേര് പറഞ്ഞ് യുദ്ധം ചെയ്യുന്നവരുണ്ടെന്ന്. നാട്ടിലൊക്കെ ചെന്നാൽ അറിയാം. ഭരണസമിതി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പൊക്കെ എന്ന് പറയുന്നത് അവിടെ വലിയ ബഹളവും കോലാഹലവും ആയുധം വരെ എടുക്കും, പോലീസൊക്കെ വന്ന് നിൽക്കും. എന്തിനാണ്? ഭഗവാന്റെ അടുക്കൽ ചെന്ന് ഭഗവാനെ നമുക്ക് നോക്കുന്നതിന്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നതിനോ അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിനോ നിയമപരമായ സഹിതം പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ടതൊക്കെ. എത്രയിടത്തൊക്കെ റിസീവർ ഭരണങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാം. എത്രയോ സ്ഥലങ്ങളിൽ അവിടെ എല്ലാം ഉണ്ടാകുന്നത് എന്താണ്? ഇതിന്റെയൊക്കെ ഒരു കാരണം യഥാർത്ഥമായിരിക്കുന്ന ദൈവീകമായിരിക്കുന്ന ബലവും വിശ്വാസവും ഉള്ളിന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം അധമത്വം ഉണ്ടാകുന്നത് കൊണ്ട് ഇതൊക്കെ സംഭവിക്കപ്പെടുന്നു എന്നാണ്. അത് നമുക്ക് ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ ഫലങ്ങൾ പറയും. നരകത്തിന്റെ ബലം പറയുമ്പോൾ ദേവന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അതൊരിക്കൽ കൂടെ പറയാം. അപ്പൊ ഇവിടെ നമ്മള് ഇവിടെ നിന്നാ പോയ രാധയെടുക്കാൻ നമ്മൾ പോയല്ലേ? ഇപ്പൊ രാധ വലത്തിരുന്നതാണ് ഇത്രയും പ്രശ്നമാണ്. അപ്പൊ ഇനി രാധ
കൊണ്ടുവരാൻ. രാധാദേവി ഇടത്തായി മാറുമ്പോഴേക്കും പരിപൂർണതയിലേക്ക് ഭഗവാൻ മാറപ്പെടും. ഭഗവാൻ പരിപൂർണതയിലേക്ക് മാറപ്പെട്ട് കഴിയുമ്പോൾ ഭഗവാന്റെയും ഭഗവതിയുടെയും ചൈതന്യം ഒന്നായി മാറും. ഭഗവാനും ഭഗവതിയും ഒന്നായി മാറാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തത് ആരാണ്? ബ്രഹ്മദേവനാണെന്ന്. ബ്രഹ്മദേവനാണ് വന്ന് പറഞ്ഞത്. എന്തിനാണ്? നിങ്ങളിൽ രണ്ടുപേരുടെയും ശക്തിയും ചൈതന്യം ഒന്നു തന്നെയായി മാറപ്പെടണം. നിങ്ങളുടെ ശക്തിയും ചൈതന്യവും ഒന്നു തന്നെയാണ്. രണ്ടുപേരുടെയും പ്രായം തീരെ ചെറുതാ, കൊച്ചു കുഞ്ഞുങ്ങളാ. ചിന്തിക്കാൻ പോലും മനസ്സില്ലാത്ത ഒരു സമയമാണ് രണ്ടുപേരുടെ വിവാഹം എന്ന് പറയുന്നത്. രാധാദേവിയുടെയും ഭഗവാന്റെയും വിവാഹം എന്ന് പറയും. ആ രാധാദേവിയുടെയും ശ്രീകൃഷ്ണ പരമാത്മാവിന്റെയും ശക്തിയും ചൈതന്യവും എന്ന് പറയുന്നത് നമ്മളിലേക്ക് ഇനി രാധാകൃഷ്ണന്മാരായി നമ്മൾ ഇനി ഇങ്ങോട്ട് മാറപ്പെടാനായിട്ട് പോവുകയാണ്. അതിനു വേണ്ടിയിട്ട്, കാരണം ഇവരുടെ ജീവിതം യഥാർത്ഥമായിരിക്കുന്ന പരമമംഗളകരമായിട്ട് പരമരഹസ്യകരമായിട്ട് പോയെന്നാണ് ബ്രഹ്മദേവൻ പറയുന്നത്. കാരണം ഇവര് രണ്ടുപേരും ഒരുമിച്ച് ചേർന്നെങ്കിൽ മാത്രമേ യഥാർത്ഥമായിരിക്കുന്ന ഗുണത്തെ ഭാണ്ഡീര വനത്തിൽ പോയി ഭഗവാനെ കൊണ്ട് നമുക്ക് അനുഗ്രഹത്തെ നമുക്ക് ലഭ്യമാകുകയുള്ളൂ എന്നാണ്. ഭാണ്ഡീര വനത്തിൽ വെച്ചാണ് ഇവരുടെ വിവാഹം. ബ്രഹ്മദേവൻ മാത്രമാണ് അതിന്റെ സാക്ഷി. അപ്പോൾ ബ്രഹ്മദേവനാൽ അനുഗ്രഹീതമായിട്ട് ഗുണകരമായിക്കൊണ്ട് തന്നെ ഇത് ഭംഗിയായി നടക്കട്ടെ. അതിന് ഭഗവാനോട് അനുവാദം ചോദിക്കാനാണ് നമ്മൾ രാധാദേവിയും കൊണ്ട് അവിടെ പോയത്. ആ രാധാദേവിയുടെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് രാധ ഭഗവാന്റേതായി മാറപ്പെട്ട് കഴിയുമ്പോൾ ഭഗവാന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാം. ഭഗവാനെക്കാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് എവിടെ ആർക്കാണെന്നറിയോ? രാധയാണ്. രാധയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്, അല്ലേ? ആണുങ്ങളാണ് പെണ്ണുങ്ങളാണ് ഒത്തിരി കാര്യം പറയുന്നത്. പെണ്ണുങ്ങൾ അതുകൊണ്ടാണ്, അതറിയാവുന്നവരാണ് തമിഴ്നാട്ടിൽ. അവരതുകൊണ്ട് എന്ത് ചെയ്തു? സംസാരം എന്നല്ലേ വിളിക്കുന്നത്, അല്ലേ? പക്ഷെ അവര് പറയുന്നതെല്ലാം അനുഗ്രഹമാണെന്നാണ്. അവർ പറയുന്ന ഓരോ വാക്കും, എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത. അവരുടെ വാക്കുകൾക്ക് പോലും ഈശ്വരീയത്വമുണ്ട്, അവരുടെ സാന്നിധ്യത്തിന് പോലും ഈശ്വരീയത്വമുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ആ ഈശ്വരീയത്വത്തെ നമുക്ക് സ്വീകരിക്കുവാൻ സാധ്യമാകട്ടെ. ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹത്തെ നമുക്കൊന്നായിട്ട് സ്വീകരിക്കുവാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാധാകൃഷ്ണന്മാരുടെ വിവാഹത്തെ നമുക്ക് ആനന്ദത്തോടുകൂടി നമുക്ക് സ്വീകരിക്കാം. എല്ലാ വിധത്തിലും അനുഗ്രഹദായകമായി കൊണ്ട് തന്നെ ഗുണകരമായി കൊണ്ട് തന്നെ പോകും. കാരണം ഈ രാധാകൃഷ്ണ വിവാഹം കഴിഞ്ഞിട്ട് ഭഗവാന്റെ ബാല്യത്തിൽ നടക്കുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ മുട്ടുകാലിൽ കഴിഞ്ഞുകൊണ്ടാണ് അടുക്കളയിൽ പോകുന്ന കഥ പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ പ്രായം, ഭഗവാന്റെ അവസ്ഥയും ആലോചിച്ചു. അത്രമാത്രം ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഭഗവാനെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റപ്പെടണം. ഇത് നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് രാധാകൃഷ്ണന്മാരുടെ വിവാഹത്തെ നമുക്ക് സ്വീകരിക്കാം. ഭഗവതിയാതെ നമുക്ക് അപ്പുറത്തെത്തണം. അപ്പുറത്തെത്തി കഴിഞ്ഞിട്ട് മാല ഒക്കെ സ്വീകരിച്ച് പ്രാർത്ഥനയോടുകൂടി നമുക്കത് സമർപ്പിക്കണം. സമർപ്പിച്ചു കഴിഞ്ഞ് ദീപാരാധനയും കൂടി നമ്മൾ നടത്തണം, അല്ലേ? കർപ്പൂരം കത്തിക്കണം. കർപ്പൂരം കത്തിച്ചു കഴിഞ്ഞിട്ട് പോകും. നാമൊക്കെ ജപിക്കാമെങ്കിൽ നന്നായി. ആര് ജപിക്കില്ലേ? നാം ജപിച്ചല്ലോ, ജപിച്ചു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ
രാധയുടെ കണ്ണനായിക്കൊണ്ട് മാറിയ, രാധാദേവിയുടെ കണ്ണനായിക്കൊണ്ട് മാറിയ ഭഗവാന്റെ കൃപാകടാക്ഷ ഗുണഗണങ്ങൾ നമുക്ക് ആവോളം എന്നും എപ്പോഴും ഉണ്ടാകുവാൻ സാധ്യമാകട്ടെ. അതിന് രാധാദേവിയും ഒപ്പം ഭഗവാനുമെല്ലാം അനുഗ്രഹത്തോട് കൂടിയിട്ടാണ്, അനുഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് ലഭ്യമാകപ്പെടേണ്ടത്. അതിന് രാധ എന്ന സത്യം, രാധ എന്ന പരമാർത്ഥം നമുക്ക് ഗുണകരമായി തന്നെ വന്നുണ്ടാകട്ടെ. കാരണം ദേവന്മാർ പോലും ഈ ഒരു അവസ്ഥയെ സ്വീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ദേവന്മാർ പുഷ്പങ്ങൾ വർഷിക്കുകയും ദേവാംഗനമാരോടൊപ്പം വിദ്യാധരിമാർ നൃത്തം വെക്കുകയും ഗന്ധർവന്മാരും വിദ്യാധരന്മാരും ഒക്കെ മംഗളഗാനങ്ങൾ ആലപിക്കുകയും കിന്നരന്മാരും മധുരസ്വരത്തിൽ കൃഷ്ണന് വേണ്ടിയിട്ട് നാമങ്ങൾ ജപിക്കുകയും ഒക്കെ ചെയ്തു. മൃദംഗവും വീണ, വേണു, ശംഖ, ദുന്ദുഭി, കൈമണി തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച താളമേളങ്ങൾ അവിടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ചെണ്ട വേണ്ടെന്ന് പറയുന്നത്? എന്തായിരുന്നു? അസുര ചെണ്ട അസുരവാദ്യമായതുകൊണ്ടാണ് വൈവാഹികമായിരിക്കുന്ന വ്യവസ്ഥകളിൽ ഉപയോഗിക്കുക. കാരണം ദൈവീകമായിരിക്കുന്ന, അതുകൊണ്ടാണ് നാദസ്വരം എന്ന വാദ്യത്തെ നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത്. നമ്മളല്ലെങ്കിൽ ശിങ്കാരികളൊക്കെ വെച്ചാൽ കല്യാണത്തിന് പിന്നെ ഇപ്പോഴും ഓരോ രീതിയാണ്, പുതിയ പുതിയ സംഭവങ്ങളാണ്. JCB-കകത്ത് വരെയാണ് നമ്മുടെ നാട്ടിൽ കല്യാണം. അപ്പൊ ആ ഒരു കാലമാണ് നമ്മുടെ. ഇനിയിപ്പോ ഇതും വരും, ശിങ്കാരികളത്തോട് കൂടിയിട്ട് വൈവാഹിക ജീവിതത്തെ പോലും ഇത്രമാത്രം അധപതിപ്പിക്കുന്ന ഒരു തലം. എന്തുകൊണ്ടാണെന്നറിയാം? വിവാഹത്തിന്റെ സ്വഭാവ ഗുണത്തിന്റെ സവിശേഷത എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാരാണ്? മാതാപിതാക്കൾ. മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ എന്തോ ദോഷമാണെന്ന് നമ്മൾ പറയത്തുള്ളൂ. അത് കാണുന്നുണ്ട്. അപ്പോ അടുത്ത ദോഷമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ? പക്ഷെ ഹരിച്ചേട്ടൻ പറഞ്ഞതിനകത്തൊരു വലിയ പരമാർത്ഥത്തെ നമ്മളുണ്ട്. എന്താണെന്ന് അറിയാം? ഈ മാതാപിതാക്കൾ എങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കും? മാതാപിതാക്കളിലൂടെ ഈ സ്വഭാവ ഗുണത്തിന്റെ സവിശേഷതയെ എങ്ങനെ? നമ്മളെല്ലാം വിവാഹത്തിന് പോകുന്നവർ ഇല്ലേ? ഇല്ലേ? വിവാഹത്തിന് നമ്മളെല്ലാവരും പോകുന്നവർ. നമ്മളെല്ലാവരും വിവാഹത്തിന് എന്ത് ചെയ്യും? അതിനാണല്ലോ പോകുന്നത്. 2 ദിവസത്തെ തയ്യാറെടുപ്പോട് കൂടി അതിനാണല്ലോ പോകുന്നത്. അവര് കാശ് മേടിക്കുന്നില്ലേ? അപ്പൊ അവർക്ക് സത്യസന്ധമായിട്ട് ജോലി ചെയ്തല്ലേ പറ്റും. ഇല്ലെങ്കിൽ വിവാഹത്തിന് നമ്മളെ വിളിക്കുന്നത് എന്തിനാണെന്നറിയാം? ഇവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കുട്ടികളെ, അതായത് അപ്പൊ വൈവാഹിക ജീവിതത്തിലേക്ക് പോകുന്ന ഈ കുട്ടികൾക്ക് 2 പേർക്കും അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു നേരിടുവാനുള്ള ധൈര്യത്തെ കൊടുക്കുവാൻ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഈ ആൾക്കാരെ വിളിക്കുന്നത് എന്തിനാണ്? അവർക്ക് വേണ്ടുന്ന അനുഗ്രഹത്തെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്കൊരു ധൈര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ധൈര്യമാണ് നമുക്ക് എന്താണ്? അവർക്ക് വിവാഹത്തിന്റെ തലേദിവസം ദക്ഷിണയെല്ലാം നമ്മൾ കൊടുക്കുന്നത് ഇല്ലേ? ദക്ഷിണ കൊടുത്ത് രണ്ടുപേരെയും കൂടി, ഭാര്യയും ഭർത്താവിനെയും കൂടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങള് നമസ്കരിച്ച് അനുഗ്രഹം സ്വീകരിക്കും. ഇവർക്കൊരു മനോബലം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരവും അനുഗ്രഹദായകവുമായിരിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തും. അങ്ങനെ ബോധ്യപ്പെട്ട് കഴിയുമ്പോഴാണ് ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു സത്യസന്ധതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്ന് നമുക്ക് ബോധ്യമാകുന്നത്. അപ്പോഴേ അത് എന്താവത്തുള്ളൂ? യഥാർത്ഥമായിരിക്കുന്ന ഒരു വൈവാഹിക ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവുകയുള്ളൂ. ഈ ചൈതന്യ സ്വരൂപ
സ്വരൂപത്തെ നമുക്ക് സ്വീകരിക്കപ്പെടുവാൻ നമുക്ക് സാധ്യമാകുന്ന ഒരവസ്ഥ ഈ നമ്മളുടെ വിവാഹ സങ്കല്പങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകണം. അപ്പൊ അത് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ വേറൊരു വിഷയമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് പറഞ്ഞു തരേണ്ടത് ആരാണ്? നമ്മളുടെ ഈ സങ്കല്പ ഗുണങ്ങളുടെ വിശേഷതകളുടെ പ്രാധാന്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് ആര് പറഞ്ഞു തരണം? ഇതിനാണ് നമ്മളുടെ ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന അറിവുകൾ നമുക്ക് ലഭ്യമാണ്. ഈ അറിവുകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു വിവാഹം എങ്ങനെ നടത്തണം, ഒരു പിറന്നാൾ എങ്ങനെ നടത്തണം, ഓരോ ചടങ്ങുകളും എന്താ എങ്ങനെ എന്ന് നടത്തണം എന്ന് നമ്മളാണ് ഇപ്പൊ എന്ത് ചെയ്യും? നമ്മള് ഒരു പിറന്നാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വിളക്കൂതി കെടുത്തി, ഇല്ലേ, മെഴുകുതിരി ഊതി കെടുത്തി കേക്ക് മുറിച്ച് കൊണ്ടുവന്ന കേക്ക് നാട്ടുകാരെ മുഴുവൻ ദേഹത്തും തേച്ച് എത്രയും അലങ്കോലകരമായിട്ട് അതിനൊരു ആർഭാടകരമായിരിക്കുന്ന ആഘോഷങ്ങളാണ് എന്ന് നമ്മൾ പറയും. അതിനല്ല നമ്മുടെ പിറന്ന നാൾ. ഒരു കുഞ്ഞിന്റെ പിറന്ന നാളെന്ന് പറയുന്നത് അത്രമാത്രം സവിശേഷതയുള്ള ദിവസം. എന്തിനാണ് ആ പിറന്നാൾ ദിവസം കുട്ടി എത്ര വയസ്സാണോ ആ വയസ്സ് പറഞ്ഞുകൊണ്ട് അതിനെ അത്രയും തിരികളിട്ട് വിളക്ക് കൊളുത്തിക്കൊണ്ട് എല്ലാവരും അതിനെ അനുഗ്രഹിക്കും. ശതം ജീവ ശരദോ വർദ്ധമാന ശതം ഹേമന്താൻ ശതമുപസന്താൻ ശതം ഇന്ദ്രാഗ്നി സരിതാ ബൃഹസ്പതി സദായുഷ അഭിഷേകം പുനർന്നു ആഹാരിഷന്വാ വിധന്വാ പുനരാഹ പുനർനവ സർവാംഗ സർവം തേ ചക്ഷു സർവം ആയിഷ്ടതേ വിധം. ഇത് പറഞ്ഞ് അനുഗ്രഹിക്കണമെന്നാണ്. നമ്മൾ ഇതറിയാമോ? അറിയത്തില്ല. ഇതെവിടെ നിന്ന് കിട്ടണം? നമുക്ക് പറ്റും. നമ്മളുടെ ദേവാലയങ്ങളിൽ നിന്ന് നമുക്കിത് ലഭ്യമാക്കണം. ഒരു പിറന്നാളിന് പോയാൽ അവരെ എന്തു പറഞ്ഞ് നമ്മൾ അനുഗ്രഹിക്കും? ഒരു വിവാഹത്തിന് പോയാൽ വധൂവരന്മാരെ നമ്മൾ അനുഗ്രഹിക്കുവാനുള്ള മന്ത്രമുണ്ട്. ഓം ഐകമത്യം ഭവേദേശാം ബ്രാഹ്മണാനാം മനീഷിനാം നിർവൈര്യതാപരായതാം സംവാദാശ്രീ പ്രസീദന്തു. പരസ്പരം വൈര്യങ്ങളില്ലാതെ ദേവന്മാർ അവരുടെ ഭാഗം എപ്രകാരമാണോ സ്വീകരിക്കുന്നത് അപ്രകാരം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നായി മാറുവാൻ നിങ്ങളുടെ വാക്കുകൾക്ക് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. വാക്കുകൾ ഉണ്ടാകരുതെന്നല്ല പറഞ്ഞത്, വാക്കുകളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. വാക്ക് തർക്കങ്ങളൊന്നും ഉണ്ടാകാതെ നിങ്ങളുടെ ജീവിതത്തെ നന്നായി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്നുള്ള അനുഗ്രഹമാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. അതെവിടെ നിന്ന് കിട്ടണം? നമ്മളുടെ ദേവാലയങ്ങളിൽ നിന്ന്, ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കണം. അതിനാണ് നമുക്ക് ക്ഷേത്രങ്ങൾ. പായസം ഗണോദ്യോഗം ഒന്ന് മാത്രം നടത്താനുള്ള സ്ഥലങ്ങളല്ല നമുക്ക്. നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടായാൽ ഓടി വരുന്നത്, നമ്മൾ ഇവിടേക്ക് വരുന്നത് എന്തിനാണ്? നമുക്കൊരാശ്വാസം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അതിനുള്ള അറിവുകൾ കൊടുക്കുന്നവരായി നമ്മുടെ കുട്ടികളെ വരുന്ന കാലങ്ങളിൽ നമ്മൾ വളർത്തി വലുതാക്കി കൊണ്ടുവരണം. അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ധൈര്യം ഉണ്ടാകണം. ഇന്ന് ഒട്ടും ധൈര്യമില്ലാത്ത നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഒന്നിൽ പറഞ്ഞ് രണ്ടാമത്തതിന് എന്തും ചെയ്യാൻ യാതൊരു മടിയും ഇല്ലാത്തവരായി നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ അവർക്ക് ധൈര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് എവിടെ കൊണ്ടാണ്? നമ്മളുടെ ദേവാലയങ്ങളിൽ നിന്നാണ്. ഈ ദേവാലയങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് കൊടുക്കാം. മറ്റുള്ളവരെല്ലാവരും അവരുടെ മതങ്ങളിൽ നിന്നും അവരുടെ വിശ്വാസങ്ങളിൽ നിന്നും അവർ എന്ത് ഉണ്ടാകും? അവർക്കൊരു ധൈര്യം ഉണ്ടാകും. അവർക്ക് സുരക്ഷിതത്വത്തോടുകൂടി അവരുടെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം എന്നും അവരുടെ മതത്തിൽ നിന്നും അവർക്ക് ഉണ്ടാകും. നമുക്കങ്ങനെയാണോ? ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥം ഏതാണ്? ബൈബിളാണ്. മുസ്ലിം സഹോദരങ്ങളുടെ മതഗ്രന്ഥം ഏതാണ്? പരിശുദ്ധ ഖുർആൻ. ഹിന്ദുവിന്റെ മതഗ്രന്ഥം ഏതാണ്? പറട്ടെ, ഓരോന്ന് പറട്ടെ. രാമായണം, ഭാഗവതം ഉണ്ട്. പക്ഷേ ഹിന്ദുവിന്റെ മതഗ്രന്ഥം ഏതാണ്? ദൈവാദിനം പോലെ അല്ല. അത് സന്ദീപാനന്ദഗിരി സപ്താഹി യജ്ഞം നടത്തിയപ്പോൾ മുതലാണ് എല്ലാവരും ഭഗവത്ഗീത ഉള്ളത്. അതുവരെ ആർക്കും ഭഗവത്ഗീത ഉണ്ട്. ഉത്തരവെന്ന് പറഞ്ഞാൽ വേദങ്ങളാണ്. വേദങ്ങളാണ് ഹിന്ദുവിന്റെ പരമമായിരിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത്.
വേദങ്ങളിൽ നിന്നാണ് നമുക്ക് തുടങ്ങുന്നത്. വേദം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? യഥാർത്ഥമായിരിക്കുന്നത്. അതിനകത്ത് വലിയ ഈശ്വര സങ്കല്പങ്ങളൊന്നുമല്ല. യഥാർത്ഥമായിരിക്കുന്ന സങ്കല്പ തലങ്ങളെ നമുക്ക് ഒരു കൃത്യമായിരിക്കുന്ന വഴി പറഞ്ഞു തന്നത് എന്താണ്? വേദങ്ങളാണ്. ആ വേദങ്ങളിൽ നിന്ന് ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും യഥാർത്ഥമായിരിക്കുന്ന ഈശ്വരീയമായിരിക്കുന്ന സങ്കല്പങ്ങൾ എന്താണ്. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പരമമായിരിക്കുന്ന സത്യത്തെ, ധർമ്മത്തെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഗുരുക്കന്മാരുടെ മുമ്പിൽ നിന്നും ഗുരുക്കന്മാരുടെ മുഖത്തു നിന്നും നേരിട്ട് സ്വീകരിച്ചു ശിഷ്യന്മാർ. അവയെ പറഞ്ഞു ഉപനിഷത്തുകൾ. അടുത്തിരുന്ന് കേട്ട അറിവുകളായതുകൊണ്ട് ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞു. എന്നിട്ടും നമുക്ക് അങ്ങോട്ട് പ്രയാസം സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ. അതിനെന്തു ചെയ്തു? 2 കഥ പറഞ്ഞു തന്നു. 2 കഥകൾ നമുക്ക് പറഞ്ഞു തന്നു. ഒന്ന് വീടിനകത്തും ഒന്ന് വീടിന് പുറത്തുമുള്ള 2 കഥകൾ. ആദ്യം വീടിനകത്തെ കഥ പറഞ്ഞു തന്നു. അച്ഛനും അമ്മയും മക്കളും എല്ലാവരും. ആരാണ് യഥാർത്ഥമായിരിക്കുന്ന അച്ഛൻ? ആരാണ് യഥാർത്ഥമായിരിക്കുന്ന അമ്മ? ആരാണ് യഥാർത്ഥമായിരിക്കുന്ന ജീവിതം, കുടുംബ ജീവിതം എന്താണെന്ന് ഇവിടെ പറഞ്ഞു തന്നു. ഒന്നാമത്തെ വീടിനകത്തെ കഥയിൽ പറഞ്ഞു. വീടിന് പുറത്ത് പറഞ്ഞു തന്നു. ഈ വീട്ടിലും അപ്പുറത്തെ വീടും തമ്മിൽ എങ്ങനെയാകണം, ഒരു സമൂഹത്തിനോട് നമ്മൾ എങ്ങനെയാകണം എന്ന് പറഞ്ഞു തന്നു. അത് ഇവ 2 ഇതിഹാസങ്ങളായി മാറി. വീടിനകത്തെ കഥ പറഞ്ഞതുകൊണ്ട് നമ്മളോട് പറഞ്ഞു തന്നു അത് രാമന്റെ അയനം, രാമന്റെ യാത്ര രാമായണമായി മാറി. ആ രാമായണത്തിന് എന്താണ് ഗുണം? രാവുമായണം. നമ്മളുടെ അറിവ് കേട് മാറണം, നമ്മുടെ അജ്ഞത മാറണം. അതുകൊണ്ട് അത് രാമായണമായി. എങ്ങനെയാണ് ഒരു അച്ഛൻ എങ്ങനെയായിരിക്കണമെന്ന 10 ദിക്കിലേക്കും ഒരേ സമയം രഥം ഓടിച്ച് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിവുള്ളവനായിരുന്ന ദശരഥൻ സ്വന്തം ജീവിതത്തിൽ നിലത്ത് കിടന്നുരുണ്ട നിലവിളിച്ചു തന്റെ ഭാര്യയായിരിക്കുന്ന കൈകേയിയോട്, നീ പറഞ്ഞ വാക്ക് പാലിക്കണം, നീ പറഞ്ഞ വാക്ക് പിൻവലിക്കണം. പിൻവലിക്കുവോ? ഇല്ല. എന്നാൽ നടപ്പിലാക്കത്തില്ലെന്ന് തീരുമാനമെടുത്തോ? ഇല്ല. സത്യമുള്ളവനായിരുന്നു. ആ ദശരഥന് സത്യമുള്ളതും ധർമ്മമുള്ളവനായതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞ വാക്കിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റില്ല, പക്ഷെ നിനക്ക് നീ പറഞ്ഞ വാക്കിൽ നിന്ന് നിനക്ക് അത് തിരിച്ചെടുക്കൂ എന്ന് 10 ദിക്കിലും പോയി യുദ്ധം ചെയ്ത് ഒരുപോലെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച ദശരഥൻ എന്ന ധീരൻ സ്വന്തം വീട്ടിൽ, സ്വന്തം അന്തഃപുരത്തിൽ, സ്വന്തം ഭാര്യയുടെ മുമ്പിൽ കേണ് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കേണ്ടി വന്ന സ്ഥിതി. എങ്ങനെയാകണം ഒരു മകൻ എന്ന് പറഞ്ഞു കൊടുത്തു രാമായണം. മകനായിരിക്കുന്ന രാമൻ പറഞ്ഞു, നീ അതൊന്നും കേൾക്കണ്ട, നീ പറയണം, ദശരഥനോട് പറയണം, കൈകേയിയോട് പറയണം, ഇത് എനിക്ക് അവകാശപ്പെട്ട രാജ്യമാണ്, ഞാൻ ഭരിക്കുമെന്ന് നീ തന്റെ ഇടത്തോടുകൂടി പറയണം എന്ന് രാമനോട് വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുത്തു. ധൈര്യമായി നീ പറഞ്ഞു, നിന്നോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു. പറ്റില്ല. കാരണം എന്താ? എനിക്ക് എന്റെ അച്ഛനാണ്. എന്റെ അച്ഛൻ പറഞ്ഞ വാക്ക് എനിക്ക് സത്യമാകണം. സ്വന്തം മാതാപിതാക്കൾ പറഞ്ഞ വാക്കുകൾ, മാതാപിതാക്കളുടെ കാര്യങ്ങൾ പറയാതെ തന്നെ ചെയ്തു കൊടുക്കുന്ന ഉത്തമനാണ് യഥാർത്ഥ മകൻ, ഉത്തമനായിരിക്കുന്ന മകൻ. പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമനെന്നും പറഞ്ഞിട്ടും ചെയ്യാത്തവൻ ആരാ? അധമനാണെന്നും നമ്മൾ അറിയണം. അതുകൊണ്ട് എന്റെ അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടില്ല നീ രാജ്യഭരണം മാറ്റിവെക്കാൻ, നീ കാട്ടിലേക്ക് പോകാൻ പറഞ്ഞില്ല. പക്ഷേ അച്ഛന്റെ വാക്ക് സത്യമാക്കേണ്ടത് യഥാർത്ഥമായിരിക്കുന്ന ഒരു മകൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് ഇതാ ഞാൻ അത് ഏറ്റെടുക്കുന്നു. എന്റെ രാജകീയമായിരിക്കുന്ന സുഖങ്ങളെല്ലാം എനിക്ക് പോകട്ടെ, എനിക്കതൊന്നും ഒരു കാര്യമല്ല, ഞാൻ പോവുകയാണ് അച്ഛന് വേണ്ടി, അച്ഛന്റെ വാക്ക് സത്യമാകുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ഒരു യഥാർത്ഥ മകനാരാകണം എന്ന് പറഞ്ഞു തന്നു. ഭാര്യയായിരിക്കുന്ന സീതാദേവിയോട് പറഞ്ഞു, ഞാൻ കാട്ടിൽ പോവാന്ന് പറഞ്ഞപ്പോ പറഞ്ഞത് എന്താണ്? ഞാനും വരും ഭഗവാനെ അങ്ങയോടൊപ്പം. ഇപ്പൊ പറഞ്ഞ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ സ്ഥലമാണ് എന്ന് പറഞ്ഞപ്പോ സീതാദേവി പറഞ്ഞു, സാരമില്ല, സ്വന്തം ഭർത്താവിനോടൊപ്പം നടക്കുന്ന സമയത്ത് കല്ലും മുള്ളും എനിക്ക് പുഷ്പബാണോപമമാണ് ഭഗവാനെ. ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും അല്പം ഉച്ഛിഷ്ടം, വല്ലഭോ ഒരല്പം ഉച്ഛിഷ്ടം ഉണ്ടെങ്കിൽ അതെനിക്ക് തന്നാ മതി, ഞാൻ അതുകൊണ്ട് തൃപ്തിയോടുകൂടി ഭഗവാനോടൊപ്പം ഞാൻ വരും, എന്നെ കൂടി കൊണ്ടുപോകണം എന്ന് പറയുന്നു സീതാദേവി. യഥാർത്ഥ ഭാര്യ അതാണ്. നമ്മളാണേലും എന്നാ പോയിട്ട് വന്നാണ്, ശരി ഇന്ന് പോകുന്ന നാളെ പോകുന്നില്ല, എന്തായാലും ഒരു കാര്യം ഉറപ്പാ, എപ്പോ വന്നാലും ശരി ഭരതനെ ഞാൻ എന്തായാലും ഉറപ്പില്ല.
അത് നിങ്ങൾക്ക് വിശ്വാസിച്ചു പോകാം, ഞാൻ ഭരിച്ചാലും ഭരതനെ രാജാവാക്കുന്നത്. പക്ഷെ യഥാർത്ഥമായിരിക്കുന്ന സ്ത്രീയായിരിക്കുന്ന സീതാദേവി പറഞ്ഞു, യഥാർത്ഥ ഭാര്യ എങ്ങനെയായിരിക്കണം? വല്ലഭോ, എനിക്ക് അല്പം ഉച്ഛിഷ്ടം അങ്ങ് കഴിച്ചതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തന്നാ മതി. അപ്പുറത്ത് വേറൊരു ഭാര്യ പറഞ്ഞു, അങ്ങ് ധൈര്യമായി പോയിട്ട് വന്നാട്ടെ. ഇതുവരെ എനിക്ക് ഒരു ദിവസം പകുതി നേരം എനിക്ക് ഉറങ്ങാൻ പറ്റുമായിരുന്നു, വിശ്രമിക്കാൻ പറ്റുമായിരുന്നു. ഇനി എനിക്ക് അവിശ്രമം വേണ്ട. 14 വർഷക്കാലം എന്റെ വിശ്രമം ഞാൻ ഇതാ മാറ്റിവെക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അങ്ങില്ലാത്തത് കൊണ്ട് അങ്ങയുടെ മാതാപിതാക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? എനിക്കാണ്. ഭർത്താവിന്റെ മാതാപിതാക്കൾ എനിക്ക് തുല്യമാണ്, എന്റെ മാതാപിതാക്കൾക്ക്. അതുകൊണ്ട് അങ്ങയുടെ അസാന്നിധ്യത്തിൽ അവരുടെ ഉത്തരവാദിത്വം പരിപൂർണമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ ഊർമിള എന്ന ഭാര്യയും നമുക്ക് അവിടെ കാണിച്ചു തന്നു, ഇല്ലേ? അമ്മമാരായിരിക്കുന്ന പലരും ഓരോ കാര്യങ്ങൾ. കൗസല്യാദേവി പറഞ്ഞു, നീ പോയിട്ട് വരൂ, അച്ഛന്റെ വാക്ക് സത്യമാകുന്നു. അതിനെ സത്യമാക്കാൻ വേണ്ടിയിട്ട് എന്റെ മകൻ സ്വന്തം വലിയ സൗഭാഗ്യങ്ങളെ വേണ്ട എന്ന് വെച്ചു പോകുന്ന മകനെ നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നടാ എന്ന് തന്റെ ഇടത്തോടുകൂടി പറഞ്ഞ കൗസല്യാദേവി. എന്നിട്ട് പറഞ്ഞു, ഒരാൾ അപ്പുറത്ത് മാറി നിന്ന് പറഞ്ഞു, സന്തോഷമുണ്ടോ? ഇല്ല. വിഷമമോ? സന്തോഷവും വിഷമവും ഒരുപോലെ നിന്നിരുന്ന ഒരാളുണ്ടായിരുന്നു, സുമിത്ര എന്ന് പറയും. ഒരു മകൻ ഇതാ കാട്ടിലേക്ക് പോകുന്നു, ഒരു മകൻ ഇതാ ഇവിടെ ആരാവുന്നു, രാജ്യത്തിന്റെ ഭരണ ഉത്തരവാദിത്വം ചെയ്യാൻ പോകുന്നു. എന്നിട്ട് പറഞ്ഞു, പോകാൻ നേരത്തെ ലക്ഷ്മണൻ വന്ന് യാത്ര ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകമുണ്ട്. ഈ ലോകത്തിന്റെ രാമായണത്തിന്റെ പരമമായിരിക്കുന്ന കൊടുമുടിയിൽ നിൽക്കുന്ന ഏറ്റവും ഉന്നതമായിരിക്കുന്ന ശ്ലോകമായി കരുതുന്ന രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജ അയോധ്യാം കടമിൽ വിധി ഗച്ഛനാഥ യഥാസുഖം എന്ന് പറഞ്ഞു കൊടുത്ത സുമിത്ര. എത്ര മാതാപിതാക്കൾ സ്വന്തം മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. സ്വന്തം അമ്മ പറഞ്ഞു, മോനെ നീ പോയിക്കോളൂ, ധൈര്യമായി പോയിക്കോളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, രാമം ദശരഥം വിധി. മോനെ, നീ പോകുമ്പോ നിന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന രാമൻ നിന്റെ അച്ഛനായിരിക്കുന്ന ദശരഥനാണെന്ന് നീ ഓർത്തുകൊള്ളണം. മാം വിധി ജനകാത്മജ, അമ്മയായിരിക്കുന്ന ഞാനാണ് നിന്റെ കൂടെ വരുന്ന സീത എന്ന ഭാര്യ, ജ്യേഷ്ഠത്തിയായിരിക്കുന്ന ആള്. പിന്നെ അത് മാത്രമല്ല, അത് മോനെ വിശ്വാസമില്ലാഞ്ഞിട്ട് പറഞ്ഞതല്ല, അടുത്ത കാര്യം കൂടി പറഞ്ഞു കൊടുത്തു. എന്താണ്? രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജ അയോധ്യ അടവി വിധി. നീ ചെല്ലുന്ന കാടുണ്ടല്ലോ, ആ അടവി എന്ന് പറയുന്ന കാട്, ആ കാട്ടിൽ ഒരുപാട് പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും ഉണ്ട്, അവിടെ താമസിക്കുന്നുണ്ട്. അവരാരാണ്? അയോധ്യയിലെ നിവാസികൾക്ക് തുല്യമാണ്. അവരുടെ ആവാസ വ്യവസ്ഥകളെ ഒന്നും മാറ്റാൻ നിനക്ക് അധികാരമില്ല, അവകാശമില്ല. അവരെ സംരക്ഷിക്കേണ്ടവരാണ് നീ. അത് പറഞ്ഞു കൊടുത്തത് സ്വന്തം ആരാണ്? സ്വന്തം അമ്മ പറഞ്ഞു കൊടുത്തു. സ്വന്തം മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട അമ്മ, നന്മ പറഞ്ഞു കൊടുക്കേണ്ട അമ്മ, നന്മ മാത്രം പറഞ്ഞു കൊടുക്കേണ്ട അമ്മയായി മാറി രാമായണത്തിൽ സുമിത്ര എന്ന ദാസ്യമഗ്നിയായിരിക്കുന്ന ആ സ്ത്രീരത്നം അവിടെ പറഞ്ഞു കൊടുത്തു. അതും രാമായണം നമ്മളോട് പറഞ്ഞു തരണം, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധ്യമാകണം. രാമായണം വെറുതെ ഇരുന്ന് മാറിയിരുന്ന് ഇരിക്കാനുള്ളതല്ല. വായിക്കണം, പഠിക്കണം, അത് മനസ്സിലാക്കണം, അത് ഉൾക്കൊള്ളണം, തന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം. നല്ല മക്കളായി നീ വളരണം എന്ന് പറയാൻ നമ്മുടെ മക്കള്, ഈ 3 മക്കളിൽ ആരായിരുന്നു? ഉത്തമനാണോ, മധ്യമനാണോ, അധമനാണോ നമ്മുടെ മക്കൾ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഉത്തമന്മാരായിരിക്കുന്ന മക്കളായി വളരണം. അതിന് രാമായണം പഠിക്കണം നമ്മുടെ കുട്ടികൾ. ആ രാമായണത്തിൽ നിന്നും യഥാർത്ഥമായിരിക്കുന്ന ഭാര്യാധർമ്മം എന്നും ഭർത്തൃധർമ്മം എന്നും നമ്മൾ അറിയണം. യഥാർത്ഥമായിരിക്കുന്ന ഭാര്യാധർമ്മത്തെയും ഭർത്തൃധർമ്മത്തെയും പുത്രധർമ്മത്തെയും മാതൃധർമ്മത്തെയും പിതൃധർമ്മത്തെയും എല്ലാം രാമായണം പറഞ്ഞു തന്നതുകൊണ്ടാണ് അതിനെന്ത് പേരിട്ടത്? രാവുമായുവാനുള്ളതാണ് രാമായണം. അതൊരു ഇതിഹാസമായി നമ്മളോട് പറഞ്ഞു, കഥയായി പറഞ്ഞു തന്നപ്പോ നമ്മളതൊന്ന് മനസ്സിലാക്കിക്കൊണ്ടു, അതിനെ ഉൾക്കൊണ്ടു. ആ രാമായണത്തിനകത്ത് ഒരു വലിയ രത്നം ഒളിപ്പിച്ചു വെച്ചു. നമ്മൾ ആ രത്നത്തിനെ തപ്പിപ്പോയില്ല, രത്നം ഉണ്ടെന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. ഏതാണ്? രാമൻ വിദ്യാഭ്യാസ കാലമെല്ലാം കഴിഞ്ഞ് അവിടെ കൊട്ടാരത്തിൽ വന്ന് നിൽക്കുന്നു. ആ സമയത്ത് വിശ്വാമിത്ര മഹർഷി അവിടെ ചെല്ലുന്നു. യാഗരക്ഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരെ വിളിക്കാൻ? ശ്രീരാമനെ വിളിക്കാനായി ചെന്നപ്പോ ശ്രീരാമൻ പറഞ്ഞു കൊടുത്തു. ശ്രീരാമൻ പറഞ്ഞു, എനിക്ക് ഇന്നത്തൊന്നും താല്പര്യമൊന്നും, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ദശരഥൻ പറഞ്ഞു, എന്റെ മോനെ എങ്ങനെ ഞാൻ വിടും? അവനെ തന്നെ എനിക്ക് വിശ്വാസമില്ല. അപ്പൊ ഞാൻ എങ്ങനെ വിടും? അവനെ എന്ത് വിശ്വസിച്ച് വിടും? എനിക്ക് ഭയം തോന്നുന്നു.
ഞാൻ തന്നെ വരാം യാഗരക്ഷയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു, അങ്ങ് എന്താണ് മനസ്സിലാക്കിയത്? ഈ വന്നിരിക്കുന്നത് ആരാണ്? വിശ്വാമിത്ര മഹർഷിയാണ്. രാജാവായിരുന്ന ആളാണ്. ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിക്കുവാനുള്ള ശക്തിയും ഓജസ്സും തേജസ്സും ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു യാഗരക്ഷ ചെയ്യുന്നത് വളരെ നിസ്സാരമായിരിക്കുന്ന കാര്യം. പക്ഷെ രാമനെ കൊണ്ടുവിടണം, കൂടെ വിടണം. അപ്പൊ രാമനോട് പറഞ്ഞു, നിനക്ക് പോകാമെന്ന് ചോദിച്ചപ്പോ രാമൻ പറഞ്ഞു, എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. എന്താണ്, എവിടെയൊക്കെ ചെന്നാലും അവിടെയെല്ലാം ദശരഥന്റെ മകൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. പിന്നെന്താണ്, മാനസികമായിരിക്കുന്ന ഒരു ബലം എനിക്കില്ല, എനിക്കൊരു ധൈര്യമില്ല, മനോബലം എനിക്കില്ല. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു അവസ്ഥയാണ് ഇല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ജീവനേ ഇല്ല ഇല്ലേ? എന്താണ്, അവർക്കൊരു മനോബലമില്ല, ധൈര്യമില്ലാത്ത കുട്ടികളായിരുന്നു. 18-ാമത്തെ വയസ്സാണ് രാമൻ. എന്ത് ചെയ്തു? വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു, അങ്ങ് കുലഗുരുവാണ്, ഇവനെ നന്നാക്കാൻ പറഞ്ഞു. ദശരഥ മഹാരാജാവ് പറഞ്ഞപ്പോ ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തെന്ന് പറഞ്ഞ് രാമനെ വിളിച്ചോണ്ടങ്ങ് പോയി. എന്നിട്ട് കൊണ്ടുവന്നിരുത്തി 18 ദിവസം സംസാരിച്ച് രണ്ടുപേരും തമ്മിൽ. എന്താണ് നിന്റെ പ്രശ്നം? ഏറ്റവും വലിയ മോട്ടിവേഷൻ സ്പീച്ച് ഉണ്ടാക്കിയത് ഈ രാമായണത്തിലാണ്. പറഞ്ഞു 18 ദിവസം രാമനും വസിഷ്ഠ മഹർഷിയും തമ്മിൽ ചർച്ചയുണ്ടായി, തർക്കമുണ്ടായി, വാഗ്വാദമുണ്ടായി. എന്താണ് യഥാർത്ഥമായിരിക്കുന്ന ജീവിത ലക്ഷ്യത്തെ പറ്റി, എന്താണ് ശരീരം, എന്താണ് മനസ്സ്, എന്താണ് കർമ്മം, എന്താണ് ധർമ്മം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും നന്നായി തർക്കിച്ചു. ആ തർക്കത്തിൽ രാമന്റെ ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തവും കൃത്യവും സുബലവും ഉള്ളതായിരിക്കുന്ന ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തു വസിഷ്ഠ മഹർഷി. ആ പറഞ്ഞതിന് പറയുന്ന പേരെന്താണെന്നറിയാമോ? ആ ഗ്രന്ഥത്തിന് പറയുന്ന പേരെന്താണെന്നറിയാമോ? യോഗവാസിഷ്ഠം. ആ യോഗവാസിഷ്ഠമാണ് നമ്മൾക്ക് ഏറ്റവും രാമായണത്തിൽ ഒളിപ്പിച്ചു വെച്ച രത്നം എന്ന് പറയുന്നത്. ആ രത്നമാണ് നൽകേണ്ടത് നമുക്ക്, നമ്മുടെ കുട്ടികൾക്ക്. 18 ദിവസം അത് രാമായണത്തിൽ അത് പറയാതിരുന്നത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. പലതും രാമായണത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും രാമായണത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ അന്വേഷിച്ചാലേ അത് കിട്ടത്തുള്ളൂ. അത് അതിന്റെ പുറകെ പോയതിനെ കിട്ടത്തുള്ളൂ. കാരണം ആവശ്യമുള്ളവരെ അത് അന്വേഷിക്കത്തുള്ളൂ. എന്നെങ്കിൽ മാത്രമേ അതിന്റെ പരിപൂർണത നമുക്ക് ഇപ്പുറത്ത് കിട്ടത്തുള്ളൂ. അതുണ്ടാകാൻ നമുക്ക് രാമായണം പറഞ്ഞു തന്നത് ഈ യോഗവാസിഷ്ഠം ഉണ്ടാകുന്നതിന് വേണ്ടി. യോഗവാസിഷ്ഠം ഈ ഒരിക്കലെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം. വലിയ ഗ്രന്ഥമാണ്, നല്ല ഗ്രന്ഥമാണ്. പ്രകരണങ്ങളായിട്ടാണ് അതിൽ ഓരോന്നും എഴുതിയിരിക്കുന്നത്. ഓരോ പ്രകരണങ്ങളായിട്ട് അതിലെ ഓരോ അധ്യായങ്ങൾ ഓരോ ഞായറാഴ്ചകളിൽ ഇവിടെ വായിച്ച് പഠിക്കാൻ നോക്കണം. നിങ്ങളുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതെല്ലാം വായിക്കുവാനും പറയുവാനും പഠിപ്പിക്കുവാനും നമുക്ക് സാധ്യമാകണം. അതിന്റെയൊക്കെ 4-1 ഉള്ളൂ ഭഗവത്ഗീത പോലും. ഭഗവത്ഗീതയെ പറ്റി അതിനേക്കാൾ എത്രയോ വലിയ രണ്ടുപേരുടെയും തർക്കങ്ങളാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അർജുനൻ ഇങ്ങോട്ടൊന്നും പറയാനില്ല. എല്ലാം പറയുന്ന കൊണ്ട് കേട്ടോളാനാ പറഞ്ഞു. വേണമെങ്കിൽ നന്നായാൽ മതി. അപ്പൊ മനസ്സിലായി പറ്റത്തില്ല, നീ ഇത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് കേട്ടു. യോഗവാസിഷ്ഠം അതല്ല, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ രാമൻ പറഞ്ഞു വസിഷ്ഠ മഹർഷിയോട്. അതിനെല്ലാം വളരെ കൃത്യമായ മറുപടികളും വസിഷ്ഠ മഹർഷി പറഞ്ഞു. 18 ദിവസം നീണ്ടു നിന്നു അവര് തമ്മിലുള്ള തർക്കം. അത് കഴിഞ്ഞിട്ടാണെന്ത് യുദ്ധത്തിനായിട്ട് യാഗരക്ഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാമൻ പോയി. അതുകൊണ്ട് മര്യാദ പുരുഷോത്തമനായിരിക്കുന്ന രാമനെ നമുക്ക് കിട്ടി. കൊടുക്കേണ്ടത് ചില സമയത്ത് കൊടുക്കേണ്ടതിനെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട വിധത്തിൽ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും വഴിപിടിച്ചു പോകും ഇല്ലേ? ആ ഭാഗവതത്തിൽ പറഞ്ഞില്ലേ, സ്വന്തം മക്കളാണ്, ഭഗവാന്റെ മക്കളാണെങ്കിലും വഴിപിഴച്ചു പോയി ഒരു കുലത്തെ തന്നെ ഇല്ലായ്മ ചെയ്തു ആ മക്കൾ. ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയം. അങ്ങനെയായി മാറരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ. വരുന്നൊരു തലമുറ എങ്ങനെയായി മാറാതിരിക്കണമെങ്കിൽ എന്തുണ്ടാകണം? നമ്മളുടെ ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കണം ഇതെല്ലാം. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവിടെ നിന്നുണ്ടാകണം ഒരു വലിയ ഉപദേശവും നിർദ്ദേശവും ഉണ്ടാകണം. ക്ഷേത്രത്തിൽ വന്നിരുന്ന് തൊഴുത് പായസവും കഴിച്ചിട്ട് പോകുന്നതാകരുത് നമ്മുടെ ക്ഷേത്രങ്ങൾ. അതിനുള്ളതല്ല നമ്മുടെ ക്ഷേത്രങ്ങൾ. ആ തലങ്ങളിൽ നിന്ന് മാറണം. നമ്മുടെ ക്ഷേത്രം നമുക്ക് ആവശ്യമായിട്ടല്ല തോന്നേണ്ടത്, അത്യാവശ്യമായി നമുക്ക് തോന്നണം ജീവിതത്തിൽ. എന്റെ ക്ഷേത്രത്തിൽ നിന്നും എനിക്ക് എപ്പോഴും ധൈര്യവും ബലവും എനിക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നൽകുന്നതായി മാറണം. അതിനാകണം നമ്മളുടെ ദേവാലയങ്ങൾ.
അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ദേവാലയ സങ്കല്പം പോലും ഉണ്ടാക്കിയത്. അതില്ല എങ്കിൽ നമ്മളുടെ ഒരു കാലം കഴിഞ്ഞു കഴിയുമ്പോൾ ഇവയെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും മാറപ്പെടും. അത് മറ്റൊരു തലത്തിലേക്ക് പോകും. ലാഭങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് പോകുന്ന സ്ഥലങ്ങളായി മാറും. അത് അറിയാവുന്നത് കൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ശ്രീ ശങ്കരാചാര്യനും എല്ലാം നമ്മളോട് ഒരുപാട് വിധത്തിൽ അവർ പറഞ്ഞു തന്നു. അവരൊരു സ്കൂളിലും പോയി പഠിച്ചിട്ടല്ല, പക്ഷെ അവർക്കുണ്ടായിരുന്ന ഒരു ബിരുദം BE എന്ന് പറയുന്ന ഒരു ബിരുദം, ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് അല്ല, ബാച്ചലർ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. വിദ്യാഭ്യാസം സ്വന്തം ജീവിതത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത അറിവുകൾ. ആ അറിവുകളാണ് നമ്മുടെ ജീവിതത്തിൽ പകർന്നു നൽകിയത്. ആ പകർന്നു നൽകിയ ജീവിതം നമുക്ക് കിട്ടിയിട്ട് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞത് എന്താണ്? അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആര് പറയും അങ്ങനെ ഒരു ഈശ്വരനെ പറ്റി? ഏത് സങ്കല്പ തലത്തിൽ പറയും? ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ശ്രീശങ്കരനും എല്ലാം നമുക്ക് പറഞ്ഞു നൽകിയത് നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്, നമ്മളുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. അതിനാണ് ഇവരെല്ലാം ഓരോ ഭാഷ്യങ്ങൾ എഴുതിയത്. അത് വിശദീകരിച്ച് വീണ്ടും വിശദീകരിച്ച് വീണ്ടും 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 വിശദീകരിച്ച് നൽകി. നിനക്കത് മനസ്സിലാകട്ടെ, നീ അത് സ്വീകരിക്കൂ, നീ അത് കഴിക്കൂ. വീണ്ടും വീണ്ടും മുഖരകോ വീണ്ടും വീണ്ടും കഴിച്ചോളാൻ പറഞ്ഞു. കഴിക്കുന്തോറും സ്വാദ് കൂടുന്ന ഏറ്റവും അമൃതായി മാറപ്പെടണം നമ്മളുടെ സംസ്കാരത്തിന്റെ ഓരോ സങ്കല്പങ്ങളും. അത് എവിടെ നിന്ന് കിട്ടണം? നമ്മളുടെ ദേവാലയങ്ങളിൽ നിന്ന് കിട്ടണം. അത് നൽകുന്നവരാകണം നമ്മളുടെ ആചാര്യന്മാർ. ആചിതരോരീതി ശാസ്ത്രാന്താൻ ശിക്ഷ സാധയതയെ സുധി സ്വയം ആചരതി ശൈവ സ ആചാര്യ സുമത. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നമുക്കറിയണം. അത് സ്വയം ജീവിതത്തിൽ അത് പരിപാലിക്കുന്നവരായിരിക്കണം. ഒപ്പം അറിയാൻ വേണ്ടി വരുന്നവർക്ക് യഥാർത്ഥമായിരിക്കുന്ന അറിവുകൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുന്ന ആളുകളാകണം. അങ്ങനെയുള്ള ആചാര്യന്മാരാകണം നമ്മളുടെ ദേവാലയങ്ങളുടെ നെടുന്തൂണുകളായി മാറപ്പെടേണ്ടത്. അതാകണം നമ്മളുടെ സംസ്കാരത്തിന്റെ നെടുന്തൂണുകളായി മാറപ്പെടേണ്ടത്. വല്ലാതെ നമ്മൾ ഇത് ബാക്കി എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അത് ഇത് കേട്ട് അപ്പുറത്തൂടെ പോയി ഇപ്പുറത്തൂടെ പോയി നമ്മളങ്ങ് പോകും. അതല്ല, നമുക്ക് എപ്പോഴും നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ദൈവീകമായ തലത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ഒരാഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ സംസ്കാരത്തെ മനസ്സിലാക്കാൻ, നമ്മളുടെ സംസ്കാരത്തെ അറിയുവാൻ, നമ്മുടെ സംസ്കാരത്തെ നിലനിർത്തുവാൻ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമായി നമ്മൾ മാറപ്പെടണം. നമ്മുടെ കുട്ടികളെ അതിന്റെ ഭാഗമായി മാറപ്പെടണം. നമ്മൾ പറയാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നും വിളിച്ചാൽ വരത്തില്ലെന്ന്. ഇത്രയും നാളും വളർത്തി വലുതാക്കാമെങ്കിൽ ഇത് കേൾപ്പിക്കാനും നമുക്ക് അറിയാകണം. അതുകൊണ്ടാണ് പണ്ട് എന്താ പറഞ്ഞത്? ഒന്നേ ഉള്ളേലും അതെ, അത് പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷെ നമുക്കിപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ ഭയമാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട സ്ഥലം എവിടെയാണ്? നമ്മളുടെ ദേവാലയങ്ങൾ. ആ ദേവാലയ സ്ഥാനത്ത് നിന്ന് നമുക്ക് ദൈവീകമായിരിക്കുന്ന തലത്തിൽ ഇത് അനുഗ്രഹമായിട്ട് നമുക്ക് ലഭ്യമാകണം. അതുകൊണ്ട് എന്താണ് തിരുച്ചേട്ടൻ പറഞ്ഞൊരു വാചകം? അത് സത്യം തന്നെയാണ്. ആചാര്യന്മാരിൽ നിന്ന് നമുക്ക് അത് നൽകുന്നതാകണം. അല്ലാതുള്ളത് ഒന്നും നമുക്ക് കാര്യങ്ങളില്ല. എന്തിനാണ് ഒത്തിരി കഥ? എത്രയോ വർഷം കൊണ്ട് നമ്മൾ കഥകൾ കേൾക്കുന്നു, ഇല്ലേ? എന്നും ഒരേ കഥ തന്നെ കേൾക്കുന്നു. നമുക്കറിയാം ഈ കഥയുടെയാണ്. ഈ കഥകൾ കൊണ്ടുള്ള തത്വങ്ങൾ എന്താണ്? അതെന്താണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്? അതെന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ? അതെന്തിനാണ് എനിക്ക്? അതെനിക്ക് എന്നും എങ്ങനെയാകണമെന്ന് നമ്മൾ ചിന്തിക്കപ്പെടണം. ആ ചിന്തിക്കുന്ന തലങ്ങളിലേക്ക് നമ്മളെ മാറ്റപ്പെടുന്നതാകണം ഇതുപോലെയുള്ള ഓരോ കർമ്മങ്ങളും. തെറ്റുകൾ ഉണ്ടെങ്കിൽ തെറ്റുകളായി തന്നെ അതറിയണം. ശരികൾ എന്താണെന്ന് നമുക്കറിയണം. വിധി നിഷേധങ്ങൾ എന്താണെന്ന് അറിയണം. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്ന് നമുക്കറിയാൻ സാധിക്കപ്പെടണം. ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ ഭഗവാൻ നൽകിയത് അതൊരു ഭാഗ്യമാണെന്ന് കരുതണം. 100 ദിവസം ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുള്ളൂ. ആ 100 ദിവസത്തിൽ 50 ദിവസം എന്ത് ചെയ്യും? നമ്മൾ ഉറങ്ങിക്കളയും, ഇല്ലേ? വീട്ടിൽ ഇരുന്ന് ഉറങ്ങും, ബാക്കിയുള്ള കസേരയിൽ വന്നിരുന്ന് എക്സ്ട്രാ ഉറങ്ങും, ഇല്ലേ? അപ്പം 100 ദിവസത്തിൽ 50 ദിവസം ഉറങ്ങിക്കളയും. ബാക്കി എത്ര ഉണ്ട്? 50 ദിവസം. ആ ബാക്കിയുള്ള 50 ദിവസത്തിൽ 25 ദിവസം നമ്മൾ എന്ത് ചെയ്യും? ജോലി ചെയ്യും. എന്തിനു ജോലി ചെയ്യും? പൈസ കിട്ടും, ഇല്ലേ? ശമ്പളം കിട്ടും. എല്ലാവരും, ഞാൻ ഉൾപ്പെടുന്ന നമ്മളെല്ലാവരും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ശമ്പളം വേണം, പൈസ വേണം. അതിന് വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്നു. അല്ലാതെ ജോലിയോടുള്ള ആത്മാർത്ഥം ഉണ്ടാകുമോ? ആണോ? അല്ല. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. സമ്പത്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ വരുമ്പോൾ നമ്മൾ അതിന്റെ പുറകെ പോകും.
അങ്ങനെയാണ് നമ്മുടെ അതൊരു സാധാരണ ഒരു രീതി തന്നെ. അപ്പോൾ അത് 50-ൽ നിന്ന് 25 അത് കുറഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? 25. അതിൽ 10 ദിവസം നമ്മൾ വെറുതെ ഇരുന്ന് കളി, ഇല്ലേ? വെറുതെ ഇരുന്ന് കളി. ഇപ്പോഴാണ് നമ്മൾ മൊബൈലിൽ കളിച്ചോണ്ടത് കളി, ഇല്ലേ? വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എന്നാ ഒരു 10 മിനിറ്റ് എടുക്കാതെ മൊബൈൽ എടുത്ത് ചുമ്മാ അതെവിടെ വരെ പോകും അതുവരെ നമ്മൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. ആരെങ്കിലും വിളിക്കുന്നത് വരെ നമ്മൾ അതിങ്ങനെ വെള്ളോട്ട് വിട്ടോട്ടേയിരിക്കും. അതിങ്ങനെ ഒരു വഴിക്ക് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. നമുക്ക് ഒരു പരാതികളില്ല, ഒരു പരിഭവങ്ങളില്ല, വിശപ്പില്ല, ദാഹമില്ല, ഒന്നുമില്ല. അതെല്ലാം നമ്മളിങ്ങനെ മുകളിലോട്ട് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ 10 ദിവസം. ബാക്കി എത്ര ദിവസം ഉണ്ടാവും? എത്ര ദിവസം ഉണ്ടാവും? 15 ദിവസം. 100 ദിവസത്തിൽ വെറും 15 ദിവസമാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര നാൾ ജീവിച്ചിട്ടുണ്ട്? നമ്മളുടേതായിരിക്കുന്ന ഒരു സമർപ്പണത്തോടുകൂടി നമ്മൾക്ക് എത്ര കാലം ജീവിക്കാൻ സാധിക്കപ്പെട്ടു? നമുക്ക് എത്രയോ കഴിവുള്ളവരാണ്, എന്തെല്ലാം കഴിവുള്ളവരാണെന്ന്. നമുക്ക് നമ്മുടെ സമൂഹത്തിനോട് ഒരു ബാധ്യതയുണ്ട്, നമ്മുടെ വീടിനോട് ബാധ്യതയുണ്ട്, കുടുംബാംഗങ്ങളോട് ബാധ്യതയുണ്ട്, സമൂഹത്തിനോട് ബാധ്യതയുണ്ട്, എല്ലാവരോടും നമുക്ക് ബാധ്യതയുണ്ട്. ഈ ബാധ്യതകളെല്ലാം നിറവേറ്റാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എനിക്ക് എന്റെ വീട്ടിലെ കാര്യം നോക്കി, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തോട്ടില്ല, ഞാൻ എന്റെ കാര്യം നോക്കി സ്വസ്ഥ സമാധാനം. എന്തിനങ്ങനെ ഒരു ജീവിതം ഇറങ്ങണം? നമുക്ക് കഴിവും ധൈര്യവും ഈശ്വരൻ തന്നിടത്തോളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ, സമൂഹത്തിന് പ്രയോജനകരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ തന്റെ ഇടത്തോടു കൂടി ഇറങ്ങുന്ന ഒരു മനസ്സും ശരീരവും നമുക്കുണ്ടാകും. ഈ ഋഷീശ്വരന്മാരൊക്കെ അവരവരുടെ കാര്യം നോക്കാനായിരുന്നെങ്കിൽ അവർ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി അവരുടെ സമയം കളയായിരുന്നു. അവരിതൊന്നും കളയാതെ അവർക്ക് കിട്ടി ഓരോ സമയങ്ങളും സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒന്നുമില്ലാതിരുന്നിട്ട് കൂടി ഉള്ളത് കൊണ്ട് അവർ നമുക്ക് സന്തോഷമായിട്ട് എത്രയോ അറിവുകൾ ഇതുവരെ പറഞ്ഞു തന്നു എന്നുള്ളത്. അവയെ പരിപാലിക്കപ്പെടുവാൻ നമുക്ക് സാധ്യമാണ്. അതിനെ കൃത്യമായി പരിപാലിക്കപ്പെടുവാൻ നമുക്ക് സാധ്യമാണ്. ഈ ക്ഷേത്രത്തിൽ ഏറ്റവും ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരു നല്ല ഗ്രന്ഥശാല വേണം. ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല, ഒരു ഗ്രന്ഥശാല വേണം. നമ്മുടെ കുഞ്ഞിപ്പം ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ വേദങ്ങളാണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം. എന്താണ് ഈ വേദം? നമ്മൾ വേദം കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഇക്കൊല്ലത്തിൽ വേദം വായിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? വായിച്ചിട്ട് ഇല്ല, കണ്ടിട്ടുണ്ട് ഷോക്കേസിൽ, ഇല്ലേ? അല്ല, അത് ഞാൻ തമാശ പറഞ്ഞില്ല. ഷോക്കേസിൽ ഇരിക്കുന്നു, എവിടെയൊക്കെ ഇരിക്കുന്നു, വേദങ്ങൾ അവിടെ ഇരിപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്താണ് യജുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്, സാമവേദത്തിലും അഥർവവേദത്തിലും എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അറിയണം, ഇല്ലേ? അതിനകത്തിൽ എന്താണ് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത് അതറിയാനുള്ള ആഗ്രഹത്തോടു കൂടി വരുമ്പോൾ അത് ലഭ്യമാകേണ്ട ഒരു സ്ഥലം എവിടെയാണ്? അത് നമ്മുടെ ദേവാലയമാണ്. ദേവാലയത്തിൽ വന്ന് 10 മിനിറ്റ് നേരം അകത്ത് കയറി തൊഴുത് പ്രാർത്ഥിച്ച് മടങ്ങുമ്പോൾ ഒരു പുതിയ അറിവുമായി നമ്മുടെ ഈ ഗേറ്റ് പുറത്തിറങ്ങാൻ നമുക്ക് സാധിക്കും. അതിനാണ് നമ്മൾ വിചാരിച്ചാൽ ഇതെല്ലാം സാധ്യമാകുന്നതേ ഉള്ളൂ, അല്ലേ? ഓരോ ഗ്രന്ഥങ്ങളും നമുക്ക് വേണം. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഒരു നല്ല ഗ്രന്ഥശാലകൾ വേണം. അറിവിന്റെ സ്ഥലമാകണം, അറിവ് നൽകുന്നിടമാകണം, അറിവിനെ പൂജിക്കുന്നിടമാകണം, അറിവ് കൂടുതൽ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുന്ന സ്ഥലമാകണം നമ്മളുടെ ദേവാലയം. നമ്മൾ വിചാരിക്കും വരുന്നൊരു തലമുറയുടെ അടുക്കൽ നാളെ വന്ന് നമ്മളോട് പറയും എന്താണ് വേദം എന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഒരു സ്ഥലമുണ്ട്, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു സാഹചര്യമുണ്ട്. ഇവിടെ വന്നിരുന്ന് നീ നോക്കൂ, ഈ വേദങ്ങൾ എന്താണെന്ന് നീ നോക്കൂ, വായിക്കാൻ പറയണം, ഒന്ന് വായിച്ചു നോക്കും. ഇപ്പൊ ഇഷ്ടം പോലെ ബുക്കുകളാണത്. എല്ലാം വീട്ടിൽ ഇരുന്ന് മൊബൈലിൽ കളിക്കാനല്ല പറഞ്ഞു, അവിടെ വന്നിരുന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി ഒന്ന് ഉൾക്കൊള്ളുവാൻ, ഒരു പേജെങ്കിലും ഒന്ന് വായിക്കട്ടെ. നമ്മുടെ കുഞ്ഞ് നമ്മളുടെ സംസ്കാരത്തിന്റെ ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥമായിരിക്കുന്ന ആ വേദങ്ങളെ ഒരു വരിയെങ്കിലും വായിക്കുവാൻ അതിന് സാധിക്കട്ടെ. ഒന്ന് ആലോചിച്ചു, ഇല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും നമ്മുടെ ജീവിതം? അതായി മാറണം നമ്മൾ ഓരോരുത്തരും. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കൂ. നമ്മളോട് ആരെങ്കിലും നമ്മളെ ചോദ്യം ചെയ്യപ്പെട്ടാൽ അവരുടെ മുമ്പിൽ ചെന്ന് മറുപടികൾ പറയുവാൻ ധൈര്യമുള്ള ഒരു സമൂഹം നമുക്ക് ആവശ്യമാണ്. ആ സമൂഹം ഇത്രയും സാഹചര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യമാണ്. ആ ദിവാനങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നമുക്ക് സാധ്യമാകണം. അതിനെന്തുണ്ടാകണം? ഈ ഒരു ധൈര്യവും നമുക്കുണ്ടാകണം, ഈ ഒരു തീരുമാനവും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. ഈ ധൈര്യവും തീരുമാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
നമ്മുടെ വരുന്നൊരു തലമുറയ്ക്ക് കൂടി നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധ്യമാണ്. അങ്ങനെയാകണം നമ്മുടെ ജീവിതം. നമ്മുടെ ദേവാലയങ്ങളെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകണം, മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ഒരു കാലം കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ ആവശ്യകത എന്താണ് എന്ന് നമ്മുടെ കുട്ടികൾക്ക് തോന്നുന്നതിന് മുമ്പ് അതെന്റെ അത്യാവശ്യമാണ്, എന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് നമ്മുടെ കുട്ടികൾക്ക് തോന്നും. അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഈ ദേവാലയവുമായി ബന്ധപ്പെട്ടു പോകാൻ അവർക്ക് സാധ്യമാകണം. അങ്ങനെ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ നമുക്ക് സാധ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഗുണഗണങ്ങളോട് കൂടിയിട്ടാകണം നമ്മുടെ ഓരോ ദിവസങ്ങളെയും നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഒരു ദിവസം ഒരു 10 മിനിറ്റ് നേരം നമ്മുടെ സംസ്കാരത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ 10 മിനിറ്റ് നേരം മതി. നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം പഠിക്കാം, ഏതെങ്കിലും ഒരറിവ് ഉണ്ടാക്കിയെടുക്കാൻ, ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാണ്. ഞാനൊരു ചോദ്യം തരട്ടെ, നാളെ മറുപടി വരണം. നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും പോയി ചോദിക്കാം. നാളെ വരുന്ന ആ ഉത്തരം എഴുതിക്കൊണ്ടിരുന്നാണ്. നാളെ ജോലിയൊന്നുമില്ല. നാളെ എപ്പോഴെങ്കിലും വാട്സപ്പ് പറ്റത്തില്ല, ഒരു പേപ്പറിനകത്ത് എഴുതി അല്ലെ ഇത് ഫോർവേഡ് ഇനി അയച്ചു തന്നേക്കാൻ പറയും. അതെന്തോ അയച്ചു തന്നെ അതുപോലെ അത് വേണ്ട. നിങ്ങൾ എഴുതുമ്പോഴെങ്കിലും അതൊന്ന് വായിച്ചു ചോദ്യം തരട്ടെ. നിങ്ങൾ മറുപടി പറഞ്ഞില്ല, വേണോ വേണോ പറഞ്ഞു. തന്നെ അല്ലേ? രാമായണത്തിൽ സീതാദേവിയെ രാവണൻ കണ്ടുള്ളൂ ഇല്ലേ? അപ്പൊ സീതാദേവി ലങ്കയിലുണ്ട് എന്ന് അറിഞ്ഞു. അത് അന്വേഷിക്കാനായിട്ട് ശ്രീരാമചന്ദ്രൻ ആരെ വിട്ടു? ഹനുമാനെ വിട്ടു. അപ്പൊ പലരെയും പല വഴിക്ക് വിട്ടപ്പോ ഹനുമാനെ മാത്രം ഭഗവാൻ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. എന്താണ്? ഒരാഭരണം കൊടുത്തു. അമ്മയെന്ന് പറഞ്ഞാണ്ടിരിക്കാം. അമ്മ പറഞ്ഞു, ഞാൻ അവിടെ വന്നിരിക്കാം. അമ്മ ഇവിടെ പറഞ്ഞു, എനിക്ക് സന്തോഷമുള്ളൂ. പ്രശ്നവാദി, ഗുരു, മൗനി ഇല്ലേ? 7 പേര് ആരൊക്കെയാ? ഇന്നലെയാണോ ഇന്നാണോ പറഞ്ഞത്? ഇന്നാണ്. അപ്പോ ഈ മുദ്രമോതിരം കൊടുത്തിട്ട് പറഞ്ഞത് നീ സീതയെ കൊണ്ട് കാണിക്കണം. കാണിച്ചിട്ട് ഒരു അടയാള വാക്യവും കൂടി പറയാം. മോളെ മൂന്നിരിക്കും, മോളെ നീ വിഷമിച്ചിരിക്കുന്നു, മൂന്നിരിക്കുക. ഒത്തിരി നേരം കൊണ്ട് ആ വിരൽ ഒടിച്ചോണ്ടിരിക്കുക. അതെന്തോ വന്നിരിക്കണം. അപ്പം മുദ്രമോതിരവും കൊടുത്തു, അടയാളവാക്യവും പറഞ്ഞു. അപ്പൊ അങ്ങനെ ഹനുമാൻ അവിടെ നിന്ന് ലങ്കയിലെത്തി സീതാദേവിയുടെ അടുക്കൽ ചെന്നു. സീതാദേവിയുടെ അടുക്കൽ ചെന്ന് മുദ്രമോതിരമൊക്കെ കൊടുത്ത് പിന്നെ അടയാളവാക്യം പറഞ്ഞു. ഇങ്ങോട്ട് പോരാൻ നേരത്ത് പിന്നെന്താ ശരി ഞാൻ പോവാന്ന് പറയുമ്പോൾ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാൻ ഈ ചൂടാരമോ അങ്ങോട്ട് കൊടുത്തിട്ട് അവിടെ നിന്നും ഒരു അടയാളവാക്യം പറഞ്ഞു. അവിടെ നിന്നും ഒരു അടയാളവാക്യം പറഞ്ഞു, ഇതെന്ന് പോയി പറഞ്ഞേക്കണേ. അപ്പം മനസ്സിലാവും നമ്മളൊന്ന് കണ്ടെന്ന്. അങ്ങനെ ശ്രീരാമചന്ദ്രന്റെ അടുക്കൽ പറയാൻ അടയാളവാക്യവും ശ്രീരാമദേവനെ കാണിക്കാനായിട്ട് ഒരു അടയാളവും സഹിതം കൊടുത്തുവിട്ടു. ചൂടാരത്നവും കൂടി കൊടുത്തുവിട്ടു. അപ്പൊ എത്ര അടയാളവാക്യങ്ങൾ പറഞ്ഞു? 2 എണ്ണം പറഞ്ഞേ. ഉറപ്പാണല്ലോ? എന്താ ഒരു വിശ്വാസമില്ലാത്ത പറഞ്ഞേ. ഈ അടയാളവാക്യങ്ങൾ 2 എന്താ? ഈ അടയാളവാക്യങ്ങള്
ഞാൻ പറഞ്ഞ ചോദ്യം മനസ്സിലായോ? ചോദ്യം മനസ്സിലായല്ലോ? എന്തൊക്കെയാണ് ഈ രണ്ട് അടയാളവാക്യം? ഈ അടയാളവാക്യങ്ങൾ രണ്ട് നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ചോദിക്കാം. ഇത് ഗൂഗിളിനകത്തൊന്നും തപ്പിയാലൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഒരു വിവാദമില്ല. ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. രണ്ടെണ്ണം എന്തോന്ന് ചോദിക്കും അല്ലേ? നാളെ പറഞ്ഞാൽ മതി, ധൃതിയൊന്നും എനിക്കില്ല. നാളെ ഒരു വെള്ള പേപ്പറിനകത്ത് ഇങ്ങനെ എഴുതി നിങ്ങളുടെ പേര് ഞങ്ങളുടെ പേര് നമ്മുടെ പേര് എഴുതി നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും വിളിച്ചു ചോദിക്കാം. നാട്ടിലോട്ടോ ഇവിടോട്ടോ ഒക്കെ വിളിച്ചു ചോദിക്കാം. എന്താണ് അല്ലെങ്കിൽ ഒന്നും വേണ്ട, രാമായണം എടുത്ത് നോക്കിയാൽ. അല്ലല്ല, എന്തുകൊണ്ട് പരീക്ഷ അല്ല, നാളെ തന്നെ ഇതിന്റെ സമ്മാനം, ഇത് എഴുതിക്കൊണ്ട് വരുന്ന എല്ലാവർക്കും സമ്മാനം. ഒരാൾക്ക് തന്നെ അല്ല, എല്ലാവർക്കും സമ്മാനം. രണ്ട് അടയാളം, അങ്ങോട്ട് പറഞ്ഞതും ഇങ്ങോട്ട് പറഞ്ഞതും ആയിട്ടുള്ള ഇന്ന് ഇവരെയൊക്കെ ഒന്ന് ഉറക്കാതെ ഞാൻ ഇരുത്താൻ പെട്ട പാട്. ഉറങ്ങല്ലേ ഉറങ്ങല്ലേ എന്ന് പറഞ്ഞിട്ടാ ഞാൻ നിങ്ങൾ ഉറങ്ങിയ ഞാൻ ആദ്യം ഉറങ്ങി. ഇപ്പോഴും എന്റെ ഉറക്കത്തിന്റെ അത് കൃത്യമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് രണ്ട് അടയാളവാക്യങ്ങളാണ് നാളെ കൊണ്ടുവരുന്നത്. നിങ്ങൾ എഴുതിക്കൊണ്ട് നിങ്ങൾ പരിശ്രമിക്കണം. തെറ്റിക്കൊള്ളട്ടെ, നിങ്ങൾ തെറ്റിക്കൊള്ളട്ടെ. നിങ്ങൾ ഇത് കൃത്യമായിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തിക്കൊണ്ട് വരും എന്നൊന്നും അല്ല ഞാൻ ചിന്തിക്കുന്നത്. മറിച്ച് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു പരിശ്രമിക്കുന്നു. ഇന്നത്തെ ദിവസം ചെന്ന് അല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് നേരം നിങ്ങൾ ആരോടെങ്കിലും വിളിച്ചു ചോദിച്ചു, ആരോട് വേണമെങ്കിലും വിളിച്ചു ചോദിക്കണം, എന്താണ് ഈ അടയാളവാക്യങ്ങൾ എന്നാണ്. ഇത് ലൈവ് ആയോണ്ടേ അതിന്റെ ഒരു ശ്ലോകം ഇടയ്ക്ക് ഞാൻ രസമാണ്. ഇതെല്ലാം നീതിസാരം എന്ന് പറഞ്ഞ പുസ്തകം എടുത്തു ഒന്ന് മേടിക്കണം. 10 രൂപയാണ്ടുള്ള പുസ്തകം. നീതിസാരത്തിനകത്തുണ്ടല്ലോ നമുക്ക് എങ്ങനെയൊക്കെ വേണമെങ്കിലും പറയാനുള്ള സാധനം അതൊക്കെ പറയണം. അപ്പൊ അതുപോലെ അപ്പൊ നമ്മളത് എല്ലാവരും ഈ ചോദ്യം കിട്ടിയല്ലോ എല്ലാവർക്കും അല്ലേ? ചോദ്യത്തിന്റെ ഉത്തരം നാളെ കിട്ടണം. ഇനി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അകത്തെ ദീപാരാധന സമയമാണ്. ഇതൊരു പൂർണ്ണതയിലേക്ക് എത്തിക്കേണ്ട അല്ലേ? പൂർണ്ണതയിലേക്ക് എത്തിക്കാം. ടെൻഷൻ വന്നു നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഡാൻസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ദിവസവും നമുക്ക് ഇതൊക്കെ ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഡാൻസ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഓരോ നൃത്തമൊക്കെ ചെയ്യിപ്പിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആനന്ദ നൃത്തം ഇവിടെ ഉണ്ടാകട്ടെ. ഭഗവാനും ഭഗവതിയൊക്കെ ഉള്ളിടത്ത് അവര് ഇതൊക്കെ ചെയ്യട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന വേദികൾ ഇതാണ്. അവരതെല്ലാം ചെയ്യട്ടെ. പാട്ട് പാടുന്ന കുട്ടികൾ ഉണ്ടാകും. അവർ 2 പാട്ട് കീർത്തനങ്ങൾ പാടട്ടെ. അവർ നാമങ്ങൾ ജപിക്കുന്നു. 2 വാക്ക് സംസാരിക്കുന്ന കുഞ്ഞുങ്ങളാകുന്നു. നമ്മുടെ സംസ്കാരത്തെ പറ്റി സംസാരിക്കുന്ന കുഞ്ഞുങ്ങളാകുന്നു. നമുക്കറിയും ഓണമാക്കൊന്നും പറ്റത്തില്ലെന്നുള്ളതേ ഉള്ളൂ. അവരുടെ കഴിവുകൾ കൃത്യമായിരിക്കുന്ന ദൈവികമായിരിക്കുന്ന തലങ്ങളിലൂടെ ചെയ്യാൻ സാധിക്കുന്ന കുട്ടികൾക്ക് എപ്പോ വേണമെങ്കിലും നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മുടെ ഈ വേദിയില് സ്വാഗതം. അവർ വരട്ടെ. 2 കീർത്തനങ്ങൾ പാട്ട് പാടുന്ന കുഞ്ഞുങ്ങളുണ്ടോ അതിനകത്ത്? പടുവെങ്കിൽ പടാം. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ സപ്താഹമൊക്കെ നടക്കുമ്പോൾ നമ്മൾ ആലയത്തിലേക്ക് പുറകെ പോകും. 2 വാക്ക് പറയട്ടെ എന്ന് വെച്ചു. ഒരു ദിവസം തരും, പിന്നെ കൊണ്ട് നമുക്ക് അടുപ്പിക്കത്തേ ഇല്ല. നമ്മള് എന്ത് ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാം. അമ്പലത്തിന്റെ യജ്ഞശാലയുടെ പുറകെ പോയി ഭഗവാനോട് പറയും, എന്നെ കൂടെ വിളിക്കണേ ഭഗവാനെ, എനിക്കൂടെ വന്നിരിക്കാൻ കൊതിയാണ്. പറഞ്ഞതുകൊണ്ട് ഇന്ന് എന്താണെന്നറിയാം, ഭഗവാൻ അടുക്കൽ ഇരുന്നുകൊണ്ട് എത്രയോ സ്ഥലങ്ങളിൽ ഇരുന്ന് പറയാൻ ഭാഗ്യം കിട്ടുന്നറിയാം. ഇത്ര മാത്രം ഭാഗ്യവും സൗഭാഗ്യവും. നല്ലൊരു ജോലിയുള്ള ജോലിക്ക് അവധിയൊക്കെ വെച്ചിട്ടാണ് വരുന്നത്.
സർവീസ് അത്രയും കുറയും, പെൻഷനെ ബാധിക്കും, എന്നാലും സാരമില്ല. എന്താണ് ജീവിതത്തില് ഇതിനപ്പുറത്തൊരു സൗഭാഗ്യം നമുക്ക് കിട്ടും, ഭഗവാനെ സംബന്ധിക്കുന്ന കാര്യം. അതുകൊണ്ട് എന്താണ് ഗുണം? നല്ലത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി വരുമെന്നുള്ള പ്രതീക്ഷ. എനിക്ക് 2 ആമക്കളാണ്. ഈ 2 ആമക്കൾ നന്നായി വന്നെങ്കിൽ മാത്രമേ എന്റെ ജീവിതം പൂർണ്ണതയാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് 7 ക്ലാസ്സിലും 2 ക്ലാസ്സിലും പഠിക്കുന്ന 2 ആമക്കളായിരിക്കും. അവർ നന്നായിട്ട് വളരണം ജീവിതത്തിൽ. അവർക്ക് ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെ അവർ നന്നായി വളരണമെങ്കിൽ ദൈവാധീനം കൊണ്ടേ സാധ്യമാകത്തുള്ളൂ. അതിന് എന്നെ ജീവിതത്തിൽ ഈശ്വരൻ ഏൽപ്പിക്കപ്പെട്ട എന്റെ നിയോഗം ഭംഗിയായി ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. അതിനു വേണ്ടിയിട്ട് ഭഗവാനെ അടുത്തിരുത്തിക്കൊണ്ടെന്ന് പറയുകയാണ്. ഇതൊന്നും കാണാതെ പഠിച്ചിട്ടൊന്നുമല്ല. അതുകൊണ്ടാണ് ഇതൊക്കെ നോക്കി പറയുന്നത്. ഇതൊന്നും എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഇതിനകത്ത് പറയാൻ എന്തെല്ലാം ഉണ്ട്. നാളെ എന്തോ പറയണമെന്ന് ഇപ്പൊ പോലും ഒരു ധാരണയില്ല. പക്ഷെ ഒരു ഭഗവാൻ ഒരിക്കൽ വന്നൊരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് എന്റെ അടുക്കൽ ഇവരിൽ ഉള്ളിടത്തോളം കാലം ധൈര്യമായിട്ട് പറഞ്ഞു, തെറ്റുമ്പോ തെറ്റട്ടെ, എനിക്ക് നിർത്തേണ്ട സമയമാകുമ്പോൾ അവര് നിർത്തിക്കൊള്ളു. ഒരു വലിയ അറിവുള്ളവന്റെ ഭാഷയൊന്നുമല്ല എന്ന് എല്ലാവരെക്കാട്ടിലും എനിക്ക് നന്നായി അറിയാം. എങ്കിലും ഭഗവാനെ അടുത്തിരുത്തിക്കൊണ്ട് എപ്പോഴും ഭഗവാനെ പറ്റി പറയാൻ ആഗ്രഹവും കൊതിയും ഇപ്പോഴും തീർന്നിട്ടില്ല. ഭഗവാൻ അത്ര മാത്രം എത്രയോ ഭഗവാന്മാരെ പൂജിച്ചിട്ടുണ്ടെന്നറിയാം. എത്ര ഭഗവാന്മാരുടെ അടുക്കളക്കാരനായി നിന്നിട്ടുള്ള ഇപ്പോഴും ഒരു ഭഗവാന്റെ അടുക്കളക്കാരനാണ്. ഭഗവാനെ കുളിപ്പിച്ച് നട തുറന്ന് ഭഗവാൻ അഭിഷേകം ചെയ്ത് ഭഗവാനെ തുടച്ച് ഭഗവാൻ നിവേദ്യങ്ങൾ ഉണ്ടാക്കി ഭഗവാന് കൊടുത്ത് ഭഗവാൻ കഴിച്ചതിന്റെ ബാക്കി കഴിച്ച് ജീവിച്ച ആളാണ് ഞാൻ. ഇപ്പോഴും ജീവിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഭഗവാൻ കഴിച്ചതിന്റെ ഭഗവാൻ ഉച്ഛിഷ്ടം സ്വീകരിച്ച് ജീവിതം മുഴുവൻ ആ കാലം അത്രയും അങ്ങനെ തന്നെ ആകണം ഭഗവാനെ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ. ആ പ്രാർത്ഥനയോടുകൂടി എല്ലാം നന്മയുള്ള നല്ലതല്ലതാകുന്ന ഒരു നല്ല കാലമായി മാറണം. ഓരോ അബദ്ധങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ നല്ല സന്തോഷമായി ഒത്തിരി ഒന്നും ഉണ്ടാക്കുന്ന ഒരു കാര്യമൊന്നും ഇല്ലേ. ഉള്ളതൊന്നും നമുക്ക് പ്രയോജനമില്ലാത്തൊരവസ്ഥയാണ്. ഒരു നല്ല പനി വന്നാൽ തീർന്നു, ഒന്ന് ശ്വാസം മുട്ടിയാൽ തീർന്നു. മറ്റവർ 2 പേരും ഇച്ചിരി നേരത്തെ വന്ന് വീണ്ടും തീർന്നില്ലേ? ആ 2 പേരും നേരത്തെ വന്നു പോയി തീർന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലതും നന്മയും ഉണ്ടാകുന്ന നല്ലതായിട്ട് മാറുവാൻ ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരീയമായിരിക്കുന്ന ഗുണങ്ങളെ സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ. ഭഗവാന്റെ ബാലലീലകളാണ് നമുക്ക് നാളെ മുതൽ പറയുന്നത്. അപ്പൊ നാളെ മുതൽ ബാലലീലകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള അവിടുത്തെ ദീപാരാധന അപ്പൊ നമുക്കിനി അവിടുത്തെ ദീപാരാധനയാണ്. ദീപാരാധന കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു നൃത്തമുണ്ട്. ആ നൃത്തം കഴിഞ്ഞിട്ട് നമുക്കിവിടെ ദീപാരാധനയോടുകൂടി പൂർണ്ണമാകും.